മാനുഫാക്ചേഴ്സിനെ കണ്ടുപിടിക്കാനാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് ഞങ്ങൾ വിശ്വസിച്ചു. ആൻഡ് ഒരുപാട് എമൗണ്ട് നമുക്ക് അതുപോലെ സ്കാമായി പോയിട്ടുണ്ടായിരുന്നു. 70,000 റുപ്പീസോളം നമ്മുടെ കയ്യിൽ നിന്ന് സ്കാമായി പോയിട്ടുണ്ട്. ബട്ട് ഈ സ്കാം ആയത് നമ്മുടെ സ്റ്റാർട്ടിങ് സമയത്തല്ല, ഇടയിലായിരുന്നു. അപ്പോൾ ഞാൻ ഈ ക്ലിപ്പ് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ആൾക്ക് വൺ ടൈം ആയിട്ട് അയച്ചു കൊടുത്ത്. ഞങ്ങൾ കോർട്ടിലാണ്, ഞങ്ങൾ കേസ് കൊടുക്കുന്നത്. ഒരു 6 മണിക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്. ആൻഡ് ഇവൻ എനിക്ക് ആ വീഡിയോ ഒരു 8 മണിയാകുമ്പോൾ അയച്ചു തന്നിട്ട് പറഞ്ഞ് 200 വ്യൂസ് ഉള്ളൂ, നീ ഡിലീറ്റ് ആക്കിക്കോ, നടക്കില്ല എന്ന് പറഞ്ഞു. ഡേ 1 തന്നെ, അത് നമ്മൾ ലോഞ്ച് ചെയ്ത ഡേ 1 തന്നെ നമുക്ക് 150+ ഓർഡേഴ്സ് വന്നു. സീരിയസ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബാക്കിൽ നിന്നിട്ട് സപ്പോർട്ട് ചെയ്യാനോ ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾക്കില്ല. അപ്പോൾ നാളത്തേക്ക് വരുന്ന പ്രോബ്ലം ഞങ്ങൾ ആ ദിവസം ഇരുന്നിട്ടായിരിക്കും ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതും അതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് നോക്കുന്നതും. നമ്മുടെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ് ഞങ്ങൾക്കും പറയാനായിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ശരിക്കും വലിയൊരു പില്ലർ തന്നെയാണ് നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ. ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ടൈമിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ പ്രൊഡക്റ്റിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. സോ കറക്റ്റ് ടൈമിൽ ഡെലിവറി ചെയ്യാന്നുള്ളത് കൂടെ ഒരു ചാലഞ്ചായിരുന്നു. 8,000+ കസ്റ്റമേഴ്സിലോട്ട് നമ്മൾ റീച്ച് ചെയ്തിട്ടുണ്ട്. 8,000+ കസ്റ്റമേഴ്സിലോട്ട്. പീരീഡ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയം, എന്നാൽ ഇപ്പോഴും പലരും പറയാൻ മടിക്കുന്ന ഒരു വിഷയവും. അതിനെക്കുറിച്ചുള്ള മടിയും ഭയവും മാറ്റാൻ വേണ്ടിയും അതേപോലെ സ്ത്രീകളെ സഹായിക്കാനുമായി 2 യുവാക്കളാൽ തുടക്കം കുറിച്ച ഒരു സംരംഭം ലവിഷ്. ഇന്ന് നമ്മളുടെ കൂടെ ഫിൻസീരീസിൽ ജോയിൻ ചെയ്യുന്നത് ലവിഷിന്റെ ഫൗണ്ടേഴ്സായ ശരത്തും അഖിലേഷുമാണ്. അപ്പോൾ ലവിഷ് എന്ന് പറയുന്ന ബ്രാൻഡ് ഒന്ന് ബ്രീഫായിട്ട് നമ്മളുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ലവിഷ് എന്ന് പറയുന്ന ബ്രാൻഡ് ഞങ്ങൾ എന്ത് മിഷനിലാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരുപാട് ഗേൾസ് പീരിയഡ്സ് ടൈമിൽ നല്ല രീതിക്ക് സ്ട്രഗിൾസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുറത്ത് പോകുന്ന ടൈമിൽ ഇപ്പോൾ സ്കൂൾ ഓർ കോളേജ് എവിടെ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ പീരിയഡ്സ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇപ്പോൾ വലിയ വലിയ കമ്പനീസ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പീരിയഡ്സ് ടൈമിൽ ആൻസൈറ്റി വരാറുണ്ട്, മൂഡ് സ്വിങ്സ് വരാറുണ്ട്, അതുപോലെ തന്നെ ട്രാവൽ ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാറുണ്ട്, അതുപോലെ തന്നെ പീരിയഡ് ക്രാംസ് വരാറുണ്ട്. സോ ഇതിനെല്ലാം വലിയ വലിയ കമ്പനീസ് കൊടുക്കുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് സാനിറ്ററി പാഡ്സ് മാത്രമാണ്. സോ എന്തുകൊണ്ട് ഗേൾസിൻ്റെ ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്ത് കൂടാന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തത്. സോ അങ്ങനെയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് അറൗണ്ട് 4-5 പ്രോബ്ലംസ് നമ്മുടെ ഈ ഒരു സിംഗിൾ പ്രൊഡക്റ്റ് തന്നെ സോൾവ് ചെയ്യുന്നുണ്ട്. ഒരു കിറ്റ് മാതിരിയാണല്ലേ നിങ്ങൾ ഒരു കിറ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലവിഷ് എന്ന് പറയുന്നത് ഒരു പീരീഡ്സ് കിറ്റിന്റെ ഒരു ബ്രാൻഡാണ്. അതെ. ഓക്കെ, അപ്പം നിങ്ങൾ എങ്ങനെയാണ് ശരിക്കും ഈ പീരീഡ്സ് കിറ്റിലേക്ക് എത്തിയത്? ബിഫോർ ദാറ്റ് നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ, ഫൗണ്ടേഴ്സായ നിങ്ങൾ രണ്ടുപേരും? ഓക്കെ, എൻ്റെ പേര് ശരത്ത് എന്നാണ്. ഞാൻ ലവിഷിൻ്റെ ഫൗണ്ടറാണ്. ആൻഡ് കറൻ്റ്ലി ഞാൻ ഡിസ്റ്റൻ്റ് ആയിട്ട് ഡിഗ്രി ചെയ്യുന്നു. ആൻഡ് ബാക്കി ഫുൾ ഞാൻ ബിസിനസ് തന്നെയാണ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഞാൻ കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. അതുപോലെ തന്നെ ക്രിപ്റ്റോ ട്രേഡിംഗ് പഠിക്കുന്നുണ്ട്. ഓക്കെ, എൻ്റെ പേര് അഖിലേഷാണ്. ഞാൻ ലവിഷിൻ്റെ ഫൗണ്ടറാണ്. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, BBA കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ഓൾറെഡി ഫ്രണ്ട്സ് ആണോ അതോ ഇതിനു വേണ്ടിയിട്ട് കണക്ട് ആയ രണ്ടാൾക്കാർ? ഓൾറെഡി ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെ തന്നെയാണ്, ചൈൽഡ്ഹുഡ് വീട്ടിനടുത്ത് തന്നെയാണ്. നെയ്ബേഴ്സും ആണ് നെയ്ബേഴ്സ് ആണ്, ഫ്രണ്ട്സ് ആണ്. നമ്മളിപ്പോൾ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ സംസാരിക്കും, നമ്മളെല്ലാവരും ഓരോരോ കാര്യങ്ങൾ സംസാരിക്കാറുണ്ടല്ലോ. സോ ഞങ്ങൾക്ക് മാത്രം 1,000+ ഐഡിയാസ് വരും. നമുക്ക് കുറച്ച് മന്തിൻ്റെ കട ഇട്ടാലോ, ഓർ നമുക്ക് ചായക്കട ഇട്ടാലോ, അങ്ങനത്തെ ടോക്കാണ് ഞങ്ങൾ വന്നത്. സോ അപ്പോഴാണ് ഞാൻ വിചാരിച്ച് ഇവനെ വെച്ച് നമുക്ക് വല്ല ബിസിനസ് ചെയ്താലോ. കാരണം എനിക്ക് ഞാൻ അവരെ കുറ്റം പറയല്ല, അവരായിട്ട് എനിക്കൊരു ബിസിനസ്സിൻ്റെ ഒരു ഇത് തോന്നിയിട്ടുണ്ടായില്ല. സോ ഇവൻ അങ്ങനെ സംസാരിച്ചു. പിന്നെ നമ്മൾ ട്രേഡിംഗ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി, വർക്കൗട്ട് ആവില്ല എന്നല്ല, നമ്മൾ അത്രയും കണ്ടിന്യൂ ചെയ്തില്ല. ദെൻ നമ്മൾ വേറെ ഐഡിയാസ് ചെയ്ത് നോക്കി ആൻഡ് ലാസ്റ്റ് ഇതിലോട്ട്. അപ്പോൾ ഇതിന് മുന്നേ ബിസിനസ് ഒക്കെ ചെയ്തിട്ടുണ്ട്? നമ്മൾ വേറെ ബിസിനസ് 2-3 ബിസിനസ്സോളം ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മ എന്ന് പറയുന്നത് പവർലൂമിൽ വർക്ക് ചെയ്യുന്നത്. സോ അവിടുത്തെ ക്ലോത്ത് എടുത്തിട്ട് നമ്മൾ വേറെ കടകളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്നുള്ള രീതിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചൊരു വർക്കൗട്ട് ആയില്ല. അത് മാത്രമല്ല, ഞങ്ങൾ ഉദ്ദേശിച്ച അത്രയും സ്കെയിൽ ചെയ്യാൻ പറ്റും നമുക്ക് പറ്റില്ല എന്ന് തോന്നി. സോ നമ്മളത് സ്റ്റോപ്പ് ചെയ്തു. ദെൻ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ നല്ല ഫുഡ് കൊടുക്കുക എന്നുള്ള രീതിക്ക്. അപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ എന്താണ് നിങ്ങളുടെ ഐഡിയ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫുഡിൻ്റെ കാര്യം പറഞ്ഞതും നിങ്ങൾ നടക്കൂല പൊക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നമുക്കിങ്ങനെ ഭയങ്കര സങ്കടമാണോ അങ്ങനെ തോന്നി. ബട്ട് ഓൾറെഡി അതുമാതിരി കുറേ പേര് കൊടുക്കണ്ടായിരുന്നു, മറ്റേ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. പാർട്ടി റിലേറ്റഡ് ആയിട്ട്, അതായത് അങ്ങനെ കൊടുക്കുന്നവരുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ഒരു ട്രസ്റ്റ് ഉണ്ട്, സായിബാബ എന്നൊക്കെ പറഞ്ഞിട്ട്. അവർ ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളിവിടെ പൈസക്കാണ് ചെയ്യുന്നത്. സോ അത് ഹോസ്പിറ്റലുകാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ അവരങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നല്ല രീതിക്ക് ഇങ്ങനെ ഹേർട്ട് ചെയ്ത് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. ബട്ട് ഇതിനൊക്കെ മുന്നായിട്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഞങ്ങൾ ഡിസ്കസ് ചെയ്യായിരുന്നു, ഇങ്ങനത്തെ ഒരു ബിസിനസ് ഐഡിയാസ് ഡിസ്കസ് ചെയ്യായിരുന്നു. സോ അവളാണ് പറഞ്ഞത് ഇങ്ങനെ നമുക്ക് ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൻസിന്
ഈ ഒരു 3rd മന്ത് ടു ലൈക്ക് ഇതാവുന്നു ലൈക്ക് 10th മന്ത് വരെയും എന്തെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ പ്രഗ്നൻസി ആണല്ലോ, നമ്മൾ കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പാളും. പിന്നെ അത് ഞാൻ അങ്ങനെ വർക്കൗട്ട് ചെയ്ത് വന്നതിനേക്കാൾ അങ്ങനെ എനിക്ക് തോന്നി ലൈക്ക് പ്രഗ്നൻറ്റ് വുമൻസിനേക്കാളും കൂടുതൽ പീരിയഡ്സ് ആവുന്നുണ്ട്, ലൈക്ക് എവറി മന്ത് പീരിയഡ്സ് ആവുന്നുണ്ട്. സോ അവിടെ നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ അറിയുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിച്ച്, പിന്നെ എന്താ പറയുക, കൂടുതൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിച്ചില്ല. ഇപ്പം ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഈ ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിച്ച്, പിന്നെ ChatGPT യൂസ് ചെയ്ത് അങ്ങനെയൊക്കെ കളക്ട് ചെയ്തിട്ടാണ് പ്രോബ്ലം എന്താണെന്ന് കണ്ടുപിടിച്ചത്. പിന്നെ നമ്മൾ അതിന് സൊല്യൂഷൻ കൊണ്ട് കണ്ടുപിടിച്ച്. അപ്പോൾ ഇത് ലൈക്ക് നിങ്ങൾ ഈ മാനുഫാക്ചേഴ്സിനെ കണ്ടുപിടിക്കുന്നതും അതൊക്കെ എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു? മാനുഫാക്ചേഴ്സിനെ കണ്ടുപിടിക്കാനാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത്. ലൈക്ക് നമുക്ക് ഫസ്റ്റ് ഇന്ത്യ മാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. നമുക്ക് അതേക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായില്ല. ഞങ്ങൾ ഡയറക്റ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ഞങ്ങൾ ഒരു നോട്ട്ബുക്കിൽ, അതിപ്പോഴും സ്റ്റിൽ കയ്യിലുണ്ട്, സ്റ്റിലില്ല, നമ്മൾ എന്തൊക്കെ പ്രൊഡക്റ്റാണ് ചെയ്യുന്നതെന്ന് ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഓരോ മാനുഫാക്ചർ എവിടെയൊക്കെ കിട്ടും നമ്മൾ ചോദിച്ചറിഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് വിസിറ്റ് ചെയ്ത്. സോ ഡയറക്റ്റ് വിസിറ്റ് ചെയ്ത് അവർക്ക് ഈ ചെറിയ ക്വാണ്ടിറ്റി, നമ്മുടെ കേരളത്തിലാണോ പുറത്തായിട്ടോ? അല്ലല്ല, പുറത്ത് തന്നെയാണ്. ഞങ്ങൾ ഫസ്റ്റ് ചെന്നൈ പോയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ പിന്നെ ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഈ പോകുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റൽ, അത് ഞങ്ങൾ ഈ ബിസിനസ്സിന് വേണ്ടി വെച്ചിട്ടുള്ള ക്യാപിറ്റൽ കുറയുന്ന കാര്യം ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. എൻഡ് ഓഫ് ദ ഡേ നോക്കുന്ന സമയത്ത് ക്യാപിറ്റലും കുറഞ്ഞു, നമുക്ക് പ്രോപ്പറായിട്ട് നല്ലൊരു ഡീലറേയും കിട്ടിയിട്ടില്ല. ദെൻ അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ഫിക്സ് ചെയ്യുന്നത് ChatGPTൻ്റെ അടുത്ത് തന്നെയാണ് ചോദിച്ചത്. സോ ChatGPT ആണ് നമുക്ക് ഇതുപോലത്തെ കുറേ ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. സോ അങ്ങനെയാണ് ഇന്ത്യ മാർട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ട്രേഡ് ഇന്ത്യ ഒന്നും അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു, ജസ്റ്റ് ഡയൽ, അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് പിന്നെ നമുക്ക് കുറച്ച് സപ്ലൈസിന് കിട്ടി. ബട്ട് എല്ലാവരും ഞങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ചു, ലൈക്ക് ആപ്പാണല്ലോ. സോ ഞങ്ങൾ വിശ്വസിച്ചു. ആൻഡ് ഒരുപാട് എമൗണ്ട് നമുക്ക് അതുപോലെ സ്കാം ആയി പോയിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഇന്ത്യ മാർട്ട് ആക്ച്വലി ഈവൻ ഞാനാണെങ്കിൽ പോലും ഇന്ത്യ മാർട്ടിൻ്റെ ഒരു പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട്, ലൈക്ക് നമ്മളുടെ ഒരു ജ്വല്ലറി ബ്രാൻഡിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അവിടെ ആണെങ്കിലും നമുക്ക് ഈ പറയുന്ന നല്ലൊരു സപ്ലയറിനെ കിട്ടി, അല്ലെങ്കിൽ ഹോൾസെയിലറിനെ കിട്ടിയത് ഇന്ത്യ മാർട്ടിൽ നിന്നായിരുന്നു. പക്ഷേ ജെന്യൂൻ അല്ലാത്ത ഡീലേഴ്സും ഉണ്ട്. ആ ഒരു ഫ്രോഡിനെ പറ്റിയിട്ട് ആൾക്കാർ അവെയർ ആവണം എന്നുള്ളതാണ്. അത് ശരിക്കും തന്നെയാണ്. ലൈക്ക് ഇന്ത്യ മാർട്ട് ആപ്പ് ഒരു പ്രശ്നമല്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കുറച്ച് പേരുണ്ട് ഈ വെരിഫൈഡ് ഇതില്ലാത്ത, അത് വെരിഫൈഡ് പ്രൊഫൈൽ ഇല്ലാത്ത വേറെ കുറച്ച് ഈ സ്കാമിന് വേണ്ടി വരുന്നവരുണ്ട്. സോ ഇവർ ഈ വെരിഫൈഡ് ആയിട്ടുള്ളവരുടെ കയ്യിൽ നിന്ന് അവരുടെ ഈ ബ്രൗഷറൊക്കെ മേടിച്ചിട്ട് നമുക്ക് അയച്ചു തരും. ലൈക്ക് ഇത്രയും പ്രൊഡക്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് അവരെക്കാൾ ഇത്ര റേറ്റ് ഞങ്ങൾ കുറഞ്ഞ റേറ്റിൽ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യിപ്പിച്ചിട്ട് ഒരു വലിയൊരു എമൗണ്ട് മേടിച്ചിട്ട് ഇവർ ബ്ലോക്ക് ചെയ്യും. ഇവർ നോർത്ത് സൈഡാണ്, ഇവരെ നമുക്ക് എന്തായാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ബട്ട് ഞങ്ങളുടെ കയ്യിൽ അത്രയും ക്യാപിറ്റലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാനായില്ല. അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ അറൗണ്ട് ഒരു 70,000 റുപ്പീസോളം നമ്മുടെ കയ്യിൽ നിന്ന് സ്കാമായി പോയിട്ടുണ്ട്. ബട്ട് ഈ സ്കാം ആയത് നമ്മുടെ സ്റ്റാർട്ടിങ് സമയത്തല്ല, ഇടയിലായിരുന്നു. ഞങ്ങൾ സ്റ്റിൽ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു അത്യാവശ്യം വലിയൊരു ക്യാപിറ്റൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു അപ്പോൾ ശരിക്കും ഇന്ത്യ മാർട്ടിൽ നിന്ന് എങ്ങനെ ജെന്യൂൻ സപ്ലൈസിനെ കണ്ടുപിടിക്കാന്നും അത് ഭയങ്കര സിമ്പിൾ തന്നെയാണ്. ഒന്നുമില്ല, നമ്മൾ ഇപ്പോൾ നമുക്ക് വേണ്ട സപ്ലയറുടെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്ത് നോക്കുക. അവിടെ വെരിഫൈഡ് ആണോ, അത് ഇന്ത്യ മാർട്ട് വെരിഫൈഡ് ആയിട്ടുള്ള കസ്റ്റമർ ലൈക്ക് സപ്ലയർ ആണോ നോക്കുക. ദെൻ ഡീൽ ചെയ്യുക. പിന്നെ എന്തായാലും നമ്മൾ ഓൺ കോളിൽ സംസാരിച്ചിട്ടായിരിക്കുമല്ലോ ഡീൽ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ലൈക്ക് നമ്മൾ സംസാരിച്ച് വരുമ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. സംസാരിച്ച് വരുമ്പം നമുക്ക് ലാസ്റ്റ് അവരൊരു ബില്ലൊക്കെ ജനറേറ്റ് ചെയ്ത് തരും. അതിൽ അവരുടെ GST നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം ഇവർ. ഞങ്ങൾക്ക് ലാസ്റ്റ് ടൈം ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സെയിം ഇന്ത്യ മാർട്ട് തന്നെയാണ് നമ്മൾ ചെയ്തത്. വെരിഫൈഡ് അല്ലായിരുന്നു, ഞങ്ങൾ പൗച്ചാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ പൗച്ചിന് അറൗണ്ട് എല്ലാവരും MOQ പറഞ്ഞത് 10,000 ആയിരുന്നു ഈ പൗച്ചിന്റെ, ഞങ്ങളുടെ ഔട്ടർ പൗച്ചിന്റെ, അതായത് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി MOQ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡീലർ മാത്രം പറഞ്ഞ 1000 എന്നാ പറഞ്ഞേ. അപ്പോൾ ഞങ്ങൾക്ക് അടിപൊളി എന്നുള്ള രീതിക്ക് ഞങ്ങൾ ചാടിക്കേറി പേയ്മെന്റ് കൊടുത്ത്. അപ്പോൾ ആളുടെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്ക് ആണോ ഓർ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ആൾ എനിക്കൊരു ഇൻവോയ്സ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ ഇൻവോയ്സിൽ ആളുടെ GST നമ്പർ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കീപ്പ് ചെയ്യാത്ത ഒരാളാണ്. ബട്ട് അങ്ങനെ ചെയ്യണം. സോ ഞാൻ ജസ്റ്റ് അത് ഇവന് കൂടെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഡീല് പറഞ്ഞ് നമുക്ക് 30 days ആണ് ഒരു ടൈം പറഞ്ഞേ. അതിന് എൻഡ് ഓഫ് ദ ഡേ ഞങ്ങൾ പോയി ചോദിച്ചു, നിങ്ങൾ ജസ്റ്റ് ഒരു പിക്ചറെങ്കിലും അയക്കി, നിങ്ങൾ പൗച്ച് ചെയ്തിട്ടുള്ളതിൻ്റെ ഫിനിഷിങ്ങിൻ്റെ ജസ്റ്റ് പിക്ചർ അയക്കി, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ എന്തെങ്കിലും അയക്കാൻ പറഞ്ഞു. അപ്പോൾ ആള് പറയുന്നത് ഞാൻ 2 മണിക്ക് ഓഫീസിൽ എത്തത്തുള്ളൂ, 3 മണിക്ക് ഓഫീസിൽ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ ചെക്ക് ചെയ്യണേ. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ആളിങ്ങനെ ഇന്ന് ഞാൻ ലീവാണ്, ഞാൻ നാളെ ഓഫീസിൽ ചെന്നിട്ട് അങ്ങനെ. അപ്പോൾ നമുക്ക് മനസ്സിലായി പണി പാളിന്ന് മനസ്സിലായി. അത് അത്യാവശ്യം നല്ല എമൗണ്ട് ഉണ്ടായിരുന്നു. അറൗണ്ട് വലിയൊരു എമൗണ്ട് ആയിരുന്നു. ഞങ്ങളുടെ ഫസ്റ്റത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ലൈക്ക് അതിൽ നിന്നായിരുന്നു.
ലൈക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞങ്ങൾ കുറേ വിളിച്ച് നോക്കി, ആളെടുക്കുന്നില്ല. പിന്നെ ഇങ്ങനെ നോക്കിയപ്പോഴാണ് GST നമ്പർ കിട്ടിയത്. GST നമ്പർ ഞങ്ങൾ നേരെ പോയി GST നമ്പർ എടുത്തിട്ട് ആളുടെ ഡീറ്റെയിൽസ് ഫുൾ എടുത്ത്, എന്നിട്ട് ഞാൻ ആ സ്ക്രീൻഷോട്ട് ആൾക്ക് തന്നെ അയച്ചു കൊടുത്ത്, നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ കുറച്ച് നാൾ മുന്നായിട്ട് ഞങ്ങളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി കോർട്ടിൽ പോയായിരുന്നു. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാമ്പ് പേപ്പർ മേടിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ ഞങ്ങളുടെ ബാക്കിൽ കൂടെ ഒരു പോലീസ് പോകുന്നൊരു ക്ലിപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ക്ലിപ്പ് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ആൾക്ക് വൺ ടൈം ആയിട്ട് അയച്ചു കൊടുത്ത്, ഞങ്ങൾ കോർട്ടിലാണ്, ഞങ്ങൾ കേസ് കൊടുക്കുന്നതാണ്. ആളപ്പം തന്നെ റിപ്ലൈ തന്ന് ഫണ്ടും റീഫണ്ട് തന്ന്. അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് യൂഷ്വലി അവർ ബ്ലോക്ക് ചെയ്ത് പോവാറാണ് ചെയ്യാറ്. ആള് പക്ഷെ ബ്ലോക്ക് ചെയ്തില്ല. ആളിങ്ങനെ ഓരോ കാരണങ്ങളാ പറഞ്ഞ, ലൈക്ക് ഞാൻ ഇന്ന് ഓഫീസിലില്ല, നാളെ ഓഫീസിൽ ഉണ്ടാവില്ല, ഇങ്ങനെയൊക്കെ കാര്യങ്ങളാ പറഞ്ഞ. ആള് ബ്ലോക്ക് ചെയ്തില്ല. ഇപ്പൊ ഇൻ കേസ് ബ്ലോക്ക് ചെയ്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റിയിട്ടുണ്ടാവില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ലൈക്ക് ഇന്ത്യ മാർട്ട് ആണെങ്കിൽ തന്നെ ഒരു വൺ വീക്കിന് 2 വീക്സിനൊക്കെ ഉള്ളിൽ നമുക്ക് ഡെലിവറി കിട്ടത്തില്ലേ? 1 വീക്ക് ഈവൻ ഒരുപാട് നോർത്ത് സൈഡ് ആണെങ്കിൽ പോലും 1 ഈ വീക്ക് 30 ഡേയ്സ് ആക്ച്വലി വരാറുണ്ടോ? പ്രൊഡക്റ്റ് മേക്ക് അല്ലല്ല, 30 days അതായത് പ്രിന്റ് ചെയ്ത് അതെല്ലാം ചെയ്ത് നമ്മുടെ അത് കസ്റ്റമൈസ്ഡ് ആണ് പൗച്ച്. customized സോ ആണ്. അവർക്ക് ഇത് Okay, പ്രിന്റ് okay. ചെയ്യണം, നമ്മുടെ സൈസിനായിട്ട് അവർക്ക് ഡിസൈൻ ചെയ്തിട്ട് അവർക്ക് പ്രിന്റ് ചെയ്യണം. സോ അതിനാണ് ഈ 30 days അവർ പറഞ്ഞ ടൈം. ഓൾറെഡി ഉള്ള പ്രൊഡക്ട്സ് ആണെങ്കിൽ നമുക്ക് ഒരു ഇനിയിപ്പോൾ ഞങ്ങൾ അവരായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ചെയ്യണം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ജസ്റ്റ് 1 വീക്കിൽ ചെയ്തു തരും. കാരണം അവർ already ഓൾറെഡി ഉണ്ട്. ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് നിങ്ങൾ ഈ ഒരു ജേർണിലോട്ട് കയറിയതിന് ശേഷമുള്ള കാര്യങ്ങൾ. അവിടുന്ന് പിന്നോട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണോ? ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഇപ്പൊ ഫസ്റ്റ് ആക്ച്വലി നമ്മൾ സപ്ലയേഴ്സിനെ കണ്ടുപിടിക്കുന്നിടം വരെ എത്തി. ഓക്കെ ഞങ്ങൾ സപ്ലൈസിനെ കണ്ടുപിടിച്ച് എന്ന് പറയാൻ നല്ല രീതിക്ക് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. സ്ട്രഗിൾ ചെയ്ത് എൻഡ് ഓഫ് ദി ഡേ ഞങ്ങൾ കണ്ടുപിടിച്ച് പ്രൊഡക്റ്റ് വന്ന് ഞങ്ങൾ പാക്ക് ചെയ്ത ശേഷമാണ് ഞങ്ങൾ ചിന്തിക്കണേ ഇത് നമ്മൾ എങ്ങനെ മാർക്കറ്റ് ചെയ്യും. കാരണം പീരിയഡ് റിലേറ്റഡ് പ്രൊഡക്റ്റാണ്. ആൻഡ് ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഇൻട്രോവേർട്ടുകളാണ്. ഓക്കെ, ഞങ്ങൾക്ക് വേറെ ഒരാളുടെ ഫേസ് നോക്കി സംസാരിക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ മാറിയിട്ടുണ്ട്. സ്റ്റിൽ നമ്മൾ അങ്ങനെ ആയിരുന്നു. വേറൊരാളുടെ അടുത്ത് പറയാൻ നമുക്ക് പറ്റൂല, ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ബട്ട് ആ ഒരു ടൈമിലാണ് ലൈക്ക് ഞാൻ ഞാൻ ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ് ലാസ്റ്റ് 2 to 3 years ആയിട്ട്. സോ എന്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കോണ്ടന്റ് ചെയ്തൂടെ? സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട കസ്റ്റമേഴ്സിനെ കിട്ടുന്നുള്ള രീതിക്ക് പിന്നെ അങ്ങനെ നമ്മൾ ഈ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്ത് ലൈക്ക് ലവ് വിഷിൻ്റെ പേരിൽ. ദെൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഫസ്റ്റ് നമ്മൾ വേറൊരു ടൈപ്പ് ഓഫ് വീഡിയോ ഇട്ടെ. ആ വീഡിയോക്ക് വലിയ റീച്ച് ഉണ്ടായില്ല. അപ്പോൾ തന്നെ മനസ്സിലായി ലൈക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നടക്കില്ല. ദെൻ നമ്മൾ സെക്കൻഡ് ഡേ തന്നെ കുറച്ചുകൂടെ ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ലൈക്ക് ഒരു ഡിഗ്രി പോലും ഇല്ലാതെ എങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു ലൈക്ക് സംസാരിച്ചു എന്നുള്ള രീതിക്കൊക്കെ ഒരു ടൈറ്റിൽ കൊടുത്ത് ഒരു ഹുക്ക് കൊടുത്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. ആൻഡ് ഞാൻ ഓർക്കേണ്ടത് ഞാൻ ഒരു 6 മണിക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്തത്. ആൻഡ് ഈവൻ എനിക്ക് ആ വീഡിയോ ഒരു 8 മണിയാകുമ്പോൾ അയച്ചു തന്നിട്ട് പറഞ്ഞ് 200 വ്യൂസ് ഉള്ളൂ, നീ ഡിലീറ്റ് ആക്കിക്കോ, നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം. എന്നിട്ട് ഞാൻ രാവിലെ അടിച്ച് നോക്കുമ്പോൾ അതിന് 10K വ്യൂസായി. ഓക്കെ, പിന്നെ ആ വീഡിയോക്ക് തന്നെ അറൗണ്ട് നല്ല രീതിക്ക് ഐ തിങ്ക് 1 million അടിച്ചെന്ന് തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസും 1 million 2 million അങ്ങനെയൊക്കെ ആയിരുന്നു. എങ്ങനെ ഈ ലവ് വിഷ് എന്ന് പറയുന്ന പേരിലേക്ക് നിങ്ങൾ എത്തിയേ? ലവിഷ് എന്നുള്ള പേരിലോട്ട് എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ലഷ് എന്നുള്ള പേരാ ഇട്ടേ, ഒരു ലക്ഷറിയസ് ഫീൽ. അപ്പോൾ നമുക്കൊന്നും അറിയില്ലായിരുന്നു, നമുക്ക് ഏത് പേര് വേണേലും ഇടാന്നുള്ളൊരു ഇതായിരുന്നു, കാരണം ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല. സോ അങ്ങനെയാണ് നമുക്ക് എൻ്റെ ഒരു ഫ്രണ്ടല്ല ലൈക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് തന്നെ വന്ന ഒരു ബ്രദർ, ആൾ പറഞ്ഞു നിങ്ങൾക്ക് ലഷ് എന്നുള്ള പേരിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യാനാവില്ല എന്ന് പറഞ്ഞു. കാരണം ഓൾറെഡി ഇതുപോലത്തെ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്, സോ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ ഫേസ് ചെയ്തൊരു പ്രോബ്ലമാണ്, ഞങ്ങൾ ഈ പ്രിന്റ് ചെയ്തിട്ടുള്ള എല്ലാ പൗച്ചിലും ലഷ് എന്നാണ് പേരുള്ളത്. അവിടെ ഞങ്ങൾ ഞങ്ങൾ ഓൾറെഡി എല്ലാം ചെയ്ത് വെച്ച്, കാരണം നമുക്കൊന്നും അറിയില്ല. ഞങ്ങൾ ഫുൾ എന്താ പറയുക, നമ്മൾ സ്ക്രാച്ചിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ട്, നമുക്ക് ആരും സപ്പോർട്ട് ചെയ്യാനില്ല, ആരുമില്ല. സോ അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ആ ലഷ് എന്നുള്ളത് നമ്മൾ ലഷ് ഡേയ്സ് എന്നാക്കി, പിന്നെ ലഷസ് എന്നാക്കി, ലൈക്ക് ഏത് നടക്കുന്നില്ല. പിന്നെ അതിങ്ങനെ വർക്കൗട്ട് ചെയ്ത് വന്ന് അത് ലവ് വിഷ് ഡേയ്സ് എന്നോ അങ്ങനെ എന്തോ ആയിരുന്നു. പിന്നെ കട്ട് ചെയ്ത് ലാസ്റ്റ് അത് ലവ് വിഷ് എന്നാക്കി. സോ ഇപ്പോൾ നമ്മളത് ആ ഒരു നെയിം കൊണ്ട് എന്താണ് ഇങ്ങനെ ഡൊമിനേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് പീരിയഡ്സിന് എല്ലാവരും ഭയങ്കര ഒരു വെറുപ്പോടെ കാണുന്നത്. സോ നമ്മൾ അതൊരു ഭയങ്കര ലവ് വിഷസ് അങ്ങനെ ആ ഒരു രീതിക്കൊക്കെയാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ആ നെയിം ഇപ്പോൾ കറന്റ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. പിന്നീട് അതിന് ട്രേഡ് മാർക്ക് എടുത്തിട്ട് നമ്മൾ സേഫ് ആക്കി. ഓക്കെ ഓക്കെ. നിങ്ങൾ ഓൾറെഡി പറഞ്ഞല്ലോ ലൈക്ക് ലഷ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിം ആയിരുന്നു ആദ്യം ഇട്ടിരുന്നത്. അതിന് ലൈക്ക് കുറെ പൗച്ചസും മേടിച്ചു വെച്ചു, പ്രിന്റ് ചെയ്ത് മേടിച്ചു വെച്ചു. അത് പിന്നെ എന്ത് ചെയ്തു? ലൈക്ക് അത് കംപ്ലീറ്റ്ലി ഒരു ലോസ് ആയിട്ട്? ഇല്ല, ലോസ് എന്ന് പറയുന്നില്ല. നമ്മൾ ഫസ്റ്റ് ഡേ വീഡിയോ ചെയ്തിട്ടുണ്ടായില്ലേ, ഞാൻ പറഞ്ഞില്ലേ 10K വ്യൂസ് എന്ന് ആ ഒരു കുറച്ച് മണിക്കൂറിന് വന്നു എന്ന് പറഞ്ഞില്ലേ, ആ വീഡിയോക്കകത്ത് തന്നെ ഞങ്ങൾ ടോട്ടലി ഇൻവെന്ററി കീപ്പ് ചെയ്തത് വെറും
100 പ്രൊഡക്റ്റാണ്. ബട്ട് നമ്മൾ ആ ഒരു ഡേ 1 തന്നെ, അത് നമ്മൾ ലോഞ്ച് ചെയ്ത ഡേ 1 തന്നെ നമുക്ക് 150+ ഓർഡേഴ്സ് വന്നു. ഓക്കെ ഓക്കെ, സോ ആ ഒരു ഡേ തന്നെ നമ്മൾ ആ ഒരു ഫുള്ളും ഓർഡറും കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ നെക്സ്റ്റ് പൗച്ച് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ലവിഷ് എന്നാക്കി പേര്. ഓക്കെ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം പറഞ്ഞില്ലേ 100 പ്രൊഡക്ട്സ് ആണ് നിങ്ങൾ കീപ്പ് ചെയ്തത്, പക്ഷേ ഫസ്റ്റ് ഡേ തന്നെ 150 ഓർഡേഴ്സ് വന്നു. ആ ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് നിങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? കാരണം നെക്സ്റ്റ് ഒരു റീസ്റ്റോക്ക് ചെയ്യണമെങ്കിൽ മിനിമം എത്ര ഡേയ്സ് എടുക്കത്തില്ലേ? ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്തേ? ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമുക്ക് ഈ സങ്കടമാണോ സന്തോഷമാണോ എന്ന് അറിയാത്തൊരവസ്ഥയായി. കാരണം നമ്മൾ പെട്ടുപോയൊരവസ്ഥയായി. നമ്മളെല്ലാവർക്കും കൊടുത്ത് നമ്മൾ പക്ഷേ സ്റ്റോക്ക് ഔട്ട് ഇട്ടില്ല. കാരണം നമുക്ക് ഫസ്റ്റ് ടൈം ആണല്ലോ ഇത്രയും ഓർഡേഴ്സ് വരുന്നത്. സോ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ഇടാൻ പറ്റിയില്ല. സോ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മെസ്സേജ് അയച്ചിട്ട് മാക്സിമം ഓർഡേഴ്സ് എല്ലാം കളക്ട് ചെയ്ത് വെച്ച് ദെൻ അവരെ ഇൻഫോം ചെയ്ത്, അപ്പോൾ ഞങ്ങളുടെ കറൻ്റ് സ്റ്റോക്ക് ഇല്ല, നിങ്ങൾക്ക് ഈ ഒരു ഡേനകത്ത് നമ്മൾ എത്തിച്ചു തരാം, എന്തെങ്കിലും അർജൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമ്മൾ റീഫണ്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട് അവർ പറഞ്ഞ് ആ കുഴപ്പമില്ല, അങ്ങനെ എല്ലാവരും നല്ല റെസ്പോൺസ് തന്നെ ആയിരുന്നു. ഇതൊക്കെ മാനുവലി ഇരുന്ന് 150 കസ്റ്റമേഴ്സിനും അയച്ചു. ഓക്കെ, ലൈക്ക് ഈ ഒരു കാര്യത്തിൽ നമുക്ക് ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റുന്ന ഇവൻ തന്നെയാണ്. കാരണം ഇവൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് എല്ലാവർക്കും മെസ്സേജ് അയക്കുക, അവർ തരുന്നത് നോട്ടിൽ എഴുതി വെക്കുക, ഇത് തന്നെയാണ് പണി. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് കണ്ടന്റ് ചെയ്യണം, ലൈക്ക് ഇനി എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നോക്കില്ലായിരുന്നു. ഓക്കെ, ഞാൻ വേറൊരു കാര്യം ചോദിക്കണം എന്ന് വിചാരിച്ചാൽ, ശരത്ത് ഓൾറെഡി ഒരു ഇൻഫ്ലുവൻസറാണ്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ആൾക്കാർ കൂടുതലും ബിസിനസ്സിലേക്ക് വരുന്നുണ്ട്. ഇത് കുറച്ചും കൂടി ഈസിയാണ് അവർക്ക്. കാരണം ഓൾറെഡി അവരൊരു പേഴ്സണൽ ബ്രാൻഡാണ്. അതിനുശേഷം അവരുടേതായിട്ടുള്ളൊരു ബ്രാൻഡ് കൊണ്ടുവരുമ്പോൾ അവർക്കത് മാർക്കറ്റ് ചെയ്യാനും അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് ഇറക്കി അതിന് കുറച്ച് കസ്റ്റമർ ബേസ് ക്രിയേറ്റ് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ഇവിടെ ശരത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഒരു 200K അല്ലേ 200K-ഓളം ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസറാണ്. പക്ഷേ ഇതിൽ എവിടെ പോലും ഈവൻ ശരത്തിൻ്റെ ബയോ നോക്കുകയാണെങ്കിൽ എവിടെ പോലും ലവ് വിഷ് എന്ന് പറയുന്നൊരു ബ്രാൻഡ് കണ്ടിട്ടില്ല. അതേപോലെ തന്നെ ലൈക്ക് ലവ് വിഷിലാണെങ്കിലും ശരത്തിൻ്റെ അക്കൗണ്ട് കൊളാബ് ചെയ്തിട്ടോ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ശരത്തിൻ്റെ ആ ഒരു ഫെയിം ഇവിടെ യൂസ് ചെയ്തിട്ടേ ഇല്ല. അതിൻ്റെ പിന്നാലെ ഉള്ളൊരു റീസൺ എന്താ? ലൈക്ക് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു, ലൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഞാൻ എൻ്റെ കറൻ്റ്ലി ഉള്ള ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ യൂസ് ചെയ്തിട്ട് ഇത് ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. ലൈക്ക് എനിക്ക് അവിടുത്തെ ഫോളോവേഴ്സ് ഓർ അവിടുത്തെ എന്താ പറയുക വ്യൂവേഴ്സ് അല്ല എനിക്ക് ഇവിടെ വേണ്ടതെന്ന് എനിക്ക് ഫസ്റ്റ് അറിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലവിഷിൽ സ്റ്റാർട്ട് ചെയ്തു. ലവിഷിൽ ഞാൻ പുതിയൊരു ക്രിയേറ്റർ ആയിട്ട് ഉള്ള രീതിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ അവിടുത്തെ മാക്സിമം ഞാൻ ഹൂക്സ് അപ്ലോഡ് ചെയ്തിട്ട് മാക്സിമം അങ്ങനെ ചെയ്തിട്ട് അവിടെ ഞാനൊരു പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്തിട്ട് അവിടെ ഒരു കസ്റ്റമേഴ്സ് ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടാണ് അതിൽ ചെയ്തത്. ഇപ്പോൾ എൻ്റെ കറൻ്റ്ലി ഉള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ മെയിലാണ് ആൻഡ് കുഞ്ഞു കുട്ടികളല്ല, ലൈക്ക് ചെറിയൊരു പ്രായമുള്ളവരാണ്. സോ ആ ഒരു ഫോളോവേഴ്സ് എനിക്ക് ഇവിടെ വന്നിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പേഴ്സണലി വേറെ ഒന്ന് ക്രിയേറ്റ് ചെയ്തത്. ഇവിടെ ഓർഗാനിക്കായിട്ട് നമുക്ക് കുറച്ചധികം കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാനും പറ്റുമല്ലേ ആ ഒരു രീതിയിലേക്ക് അങ്ങനെ വരുമ്പോഴത്തേക്ക്. ചെയ്യാൻ പറ്റും. പിന്നെ ഇനിഷ്യലി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ജേണി അല്ലേ? അതിന് പിന്നാലെയുള്ള ഒരു റീസൺ എന്തായിരുന്നു? റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫണ്ണാണ്. കാരണം നമ്മുടെ കയ്യിൽ മാർക്കറ്റ് ചെയ്യാൻ ഫണ്ട് ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറേ പൈസ ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കറിയാത്തതുകൊണ്ട്. സോ ഞാൻ ചിന്തിച്ച് ലൈക്ക് ഇനി നമുക്ക് എങ്ങനെ ഇത് മാർക്കറ്റ് ചെയ്യാമെന്ന് ചിന്തിച്ച് അപ്പോഴാണ് ഞാൻ പറഞ്ഞു ഈ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യാം. സോ അതിലൂടെ നമുക്ക് ഒരുപാട് പേരിലോട്ട് റീച്ച് ചെയ്യാൻ പറ്റും, നമുക്ക് വേണ്ട ആൾക്കാരിലോട്ട് റീച്ച് ചെയ്യാൻ പറ്റും. സോ അവർക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സെയിൽ ചെയ്യാം എന്നുള്ള രീതിക്കാണ് കോണ്ടന്റ് ക്രിയേഷനിലോട്ട് വന്നത്. ലൈക്ക് ഇപ്പോൾ പുതിയ വരുന്ന ബിസിനസ് ഓണേഴ്സ് ആണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഡോക്യുമെന്റ് ചെയ്യാം. ഡോക്യുമെന്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതായിട്ടുള്ളൊരു കസ്റ്റമറിന്റെ ഒരു സർക്കിൾ നമുക്ക് കിട്ടും. ലൈക്ക് ജെന്യൂൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണെന്ന് തോന്നുന്നു. അതെ അതെ, ലൈക്ക് അതേക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ മെറ്റാ ആഡ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇത് വരും. ഓക്കെ, അപ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ മേടിക്കും, അങ്ങനെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡിലൂടെയാണ് ചെയ്തിട്ടുള്ളത്. സോ ഇപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് മേടിക്കുന്നവർക്കറിയാം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇതിന് പുറത്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്, ഇതിൻ്റെ ബാക്ക് നമ്മൾ എന്ത് വിഷനിലാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ള എല്ലാം തന്നെ അവർ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ടൈമിലും കാണുന്ന ടൈമിലും അവർക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇപ്പോൾ ഇൻ കേസ് അവർക്കൊരു പീരിയഡ്സ് റിലേറ്റഡ് ഒരു പ്രൊഡക്റ്റ് വേണം, ഇപ്പോൾ ഇൻ കേസ് അവരൊരു ട്രിപ്പ് പോകുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മൈൻഡിൽ ലവിഷ് എന്നുള്ളൊരു പേരുണ്ടെങ്കിൽ അവരെന്തായാലും നമ്മുടെ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുള്ളൂ. സോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. ഇനിഷ്യലി ഇത് കുറച്ചും കൂടി ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണല്ലോ. അപ്പം 2 മെൻ ചേർന്നത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്തൊക്കെ ചലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പുറത്തുനിന്ന് ഫേസ് ചെയ്തേക്കാൾ ഞങ്ങൾക്ക് അകത്ത് തന്നെ ഭയങ്കര ഇഷ്യൂ ഉണ്ടായിരുന്നു. ലൈക്ക് ഞങ്ങൾക്ക് തന്നെ ഭയങ്കര ഒരു ഇതെങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് തോന്നി എല്ലാവരും നോക്കി നിന്നു എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കാര്യം നടക്കൂല എന്ന് തോന്നി. പിന്നെ ഞങ്ങൾക്ക് തോന്നി ലൈക്ക് ഇത് അത്രയും വൃത്തികെട്ടൊരു പരിപാടിയൊന്നും അല്ല, നോർമൽ എല്ലാവർക്കും കോമൺ ആയിട്ട് നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. സോ എന്തുകൊണ്ട് എനിക്കും ഇവനും തോന്നുന്ന കാര്യങ്ങൾ
ബാക്കി എല്ലാവർക്കും തോന്നുന്നുണ്ടല്ലോ. സോ അതെന്തുകൊണ്ട് നമുക്ക് മാറ്റിക്കൂടാ, ലൈക്ക് ഞങ്ങൾക്ക് മാറ്റിയ പോലെ അവർക്കും കൂടെ മാറ്റി കൊടുക്കുക എന്നുള്ളൊരു ഇതിലും കൂടെ തന്നെയാണ് നമ്മൾ ചെയ്തത്. ആൻഡ് ഫസ്റ്റ് ടൈം എൻ്റെ ഫാമിലിയിൽ നിന്ന് ഭയങ്കര ഇഷ്യൂ ഒന്നും ഉണ്ടായില്ല, അവർ സപ്പോർട്ട് തന്നെ ആയിരുന്നു. എൻ്റെ സൈഡ് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഓക്കെ പ്രശ്നം പറഞ്ഞു വെച്ചാൽ ഇത് നീ എന്തിനു മറ്റേ പീരിയഡ്സ് റിലേറ്റഡ് ചെയ്യണ്ട അങ്ങനെ അവൻ്റെ അമ്മ പറഞ്ഞിരുന്നു ലൈക്ക് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്തൂടെ, ഈ ഒരു ഫീൽഡ് എന്തിനാണെന്നൊക്കെ സംസാരിച്ചത്. ബട്ട് നമുക്ക് ശരിക്കും ഒരു നമ്മുടെ ഇഷ്ടത്തിനൊരു ബിസിനസ് ചെയ്യാതെ ശരിക്കും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം എന്നുള്ള രീതിക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ശരിക്കും പണ്ടോട്ടേ ഈ ബിസിനസ് എന്നുള്ളൊരു സ്വപ്നമായിട്ട് നടന്ന 2 സുഹൃത്തുക്കളായിരുന്നു? അല്ലല്ല, ലൈക്ക് ഞാൻ ശരിക്കും എൻ്റെ അവസ്ഥ കാരണം ഞാൻ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയതാണ്. ഓക്കെ, സോ ഇപ്പോഴത്തെ നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഡോക്ടർക്കും എഞ്ചിനീയർക്കും ആർക്കിടെക്ചറിനും മാത്രമല്ല ഇപ്പോൾ സ്പേസ് ഉള്ളത്. അതെ അതെ, ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ ബാക്കിയുള്ള പ്രൊഫഷനെയൊക്കെ കാട്ടിലും മന്ത്ലി ഏൺ ചെയ്യുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇന്നുണ്ട്. സീരിയസ്ലി ഇപ്പോൾ ഒരു നല്ലൊരു ഞാൻ എക്സാമ്പിൾ പറയുന്നില്ല, ഞാൻ ക്രിയേറ്ററുടെ പേര് പറയുന്നില്ല, ആൾ അത്രയും ഇഷ്യൂവിൽ പെട്ട് കിടന്ന ഒരാളാണ്. ലൈക്ക് സ്യൂസൈഡിൻ്റെ സിറ്റുവേഷൻ വരെ വന്ന ആളാണ്. ലൈക്ക് ഈ ഇടയിൽ ആൾ 1 വീക്കിലോ 1 മന്തിൽ തന്നെ അറൗണ്ട് 3-4 വണ്ടികളൊക്കെ എടുക്കുന്നത്. സോ ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ ആളുടെ ലൈഫിൽ അത്രത്തോളം ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു BM എടുത്തു, അതുപോലെ തന്നെ ഇന്നോവ എടുത്തു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. സോ നമ്മൾ ഈ ക്യാഷിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, സ്റ്റിൽ നമുക്ക് ഇവിടെയും ഒരു പ്രൊഫഷണൽ ഉണ്ട്, ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യാമെന്നുള്ളൊരു സാധ്യതയാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ആക്ച്വലി ഈ ഒരു ഐഡിയ കൊണ്ടുവന്നത് ആരാ? ഐഡിയ കൊണ്ടുവന്നത് ഞാൻ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഓൾറെഡി ആ ഒരു പ്രഗ്നൻസിൻ്റെ ആ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. സോ ഞാൻ അതിന് വേണ്ടി വർക്കൗട്ട് ചെയ്തിട്ട് ഇത് കൊണ്ടുവന്നതാണ്. ഓക്കെ, അത് അഖിലായിട്ട് അഖിലേഷായിട്ട് പറഞ്ഞു. പിന്നെ അഖിലേഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എടാ ഇങ്ങനെ വേണ്ട അങ്ങനെ വേണ്ട എന്ന് പറയൂല, ഓക്കെ നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റാണ്. ഓക്കെ, ഇതിനെക്കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര പ്രൊക്കാസ്റ്റിനേഷൻ അടിച്ച് കിടക്കുന്ന ഒരാളാണ്. ഇപ്പോൾ എനിക്കൊരു ഐഡിയ വന്നതെന്ന് വെച്ചാൽ ഓക്കെ ചെയ്യാം, ഇങ്ങനെ ഇരിക്കും. സോ ഞാൻ വെറുതെ അഖിലേഷിൻ്റെ അടുത്ത് ഷെയർ ചെയ്തപ്പോൾ അവൻ പറഞ്ഞു നമുക്ക് ഇന്ന് Day 1 ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം, ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. സോ അവൻ്റെ ഒരു സപ്പോർട്ടിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് അതിപ്പോൾ ഇവിടെ എത്തി. അന്ന് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ സ്റ്റിൽ ഇപ്പോൾ അതെൻ്റെ ഒരു ഐഡിയ മാത്രമായിരിക്കും. പിന്നെ ഓരോ സ്ട്രഗിളും നിങ്ങൾ ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് ഇങ്ങനെ ചെയ്തത്. ആക്ച്വലി ഞാൻ ഈ ഒരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എൻ്റെ ഉള്ളിലുള്ള ഒരു വിഷൻ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ യങ് ഓൺടർപ്രണർ, ഇപ്പോൾ ചെറിയ കുട്ടികളായിക്കോട്ടെ, ഇപ്പോൾ ഇന്ന് 18 വയസ്സിലും 12 വയസ്സിലും ബിസിനസ് തുടങ്ങുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കാണാം, ഡോക്യുമെൻറ്റേഷൻ വഴി. അപ്പം ഒരുപാട് ആൾക്കാർ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം പേഴ്സണലി എൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മളൊരു ജ്വല്ലറി ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു, നമ്മളും ഒരു 3 ഫ്രണ്ട്സ് ചേർന്നിട്ട്. അപ്പം നമുക്ക് ഡെയിലി ഈ ഓർഡേഴ്സിനെക്കാട്ടിൽ കൂടുതൽ നമുക്ക് വരുന്ന എൻക്വയറി എന്ന് പറഞ്ഞാൽ എങ്ങനെ ബിസിനസ് ചെയ്യാം, എങ്ങനെ സപ്ലൈസിനെ ഫൈൻഡ് ചെയ്യാം, എങ്ങനെയാണ് നിങ്ങൾ ഈ പാക്കിംഗ് മെറ്റീരിയൽ അല്ലെങ്കിൽ നിങ്ങൾ ഡെലിവറി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുക. അപ്പം ഇതാണ് കൂടുതലും വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് പേഴ്സണലി മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരുപാട് ആൾക്കാർക്ക് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഇത് എവിടെ സ്റ്റാർട്ട് ചെയ്യും, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിൽ പല ആൾക്കാരും കൺഫ്യൂസ്ഡ് ആണ്. ഈവൻ ദോ ഇന്ന് കുറച്ചും കൂടി എളുപ്പമാണ്. ഇപ്പോൾ ChatGPT നോക്കിയാൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും. ഭയങ്കര എന്തൊക്കെ അറിയണോ എല്ലാം ChatGPT തരും. പക്ഷേ സ്റ്റിൽ ആൾക്കാർ അതിലോട്ട് ഇറങ്ങിത്തിരിക്കാൻ മടിക്കുന്നു, അല്ലെങ്കിൽ എന്താ ചെയ്യണമെന്നുള്ളൊരു ഇത് ക്വസ്റ്റ്യൻ മാർക്കിൽ അവിടെ എല്ലാവരും ഫുൾ സ്റ്റോപ്പായി നിൽക്കുക. അപ്പം നിങ്ങളെ പോലുള്ള യങ് ഓൺടർപ്രണേഴ്സിനെ കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ ഒരു പാത്ത് കുറച്ചും കൂടി സ്മൂത്തറാക്കണം എന്നാണ് ഞാൻ ഈ പോഡ്കാസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പം നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾ ഫൈൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക മിസ്റ്റേക്സ് ഉണ്ടാക്കിയിട്ടായിരിക്കും പഠിക്കുന്നത്. അതേസമയം ഈ എക്സ്പീരിയൻസിൽ നിന്ന് മറ്റാൾക്കാർക്ക് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ഇവർ ഇത്രയും ടൈമും സ്പെൻഡ് ചെയ്യാം, കുറേ എക്സ്പെൻസ് അവർക്ക് കട്ട് ഓഫ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം നമ്മളുടെ ഈ ഒരു പോഡ്കാസ്റ്റും ഞാൻ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റ് ചെയ്യുന്നതും ഇനി വരാനിരിക്കുന്ന ഓൺടർപ്രണേഴ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഇനി ഇവിടുന്ന് നിങ്ങളുടെ അങ്ങോട്ടുള്ള ജേർണി എങ്ങനെയായിരുന്നു? ഈ ഓൾറെഡി ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് നിങ്ങൾ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചു, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ ലോഞ്ച് ചെയ്തു. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ ഒരു പൗച്ചിൻ്റെ ഇഷ്യൂസും അതുപോലെ തന്നെ നമ്മൾ സെയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. ലൈക്ക് എല്ലാം സെയിലായി പോയതുകൊണ്ട് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ അത് നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തു. അതായത് ഞങ്ങൾക്ക് സീരിയസ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബാക്കിൽ നിന്നിട്ട് സപ്പോർട്ട് ചെയ്യാനോ ഓർ ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾക്കില്ല. ഇപ്പോൾ നാളത്തേക്ക് വരുന്ന പ്രോബ്ലം ഞങ്ങൾ ആ ദിവസം ഇരുന്നിട്ടായിരിക്കും ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതും അതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് നോക്കുന്നതും. സോ അങ്ങനെ നമ്മൾ നല്ല രീതിക്ക് സ്ട്രഗിൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ യങ് ഓൺടർപ്രണേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ എക്സ്പീരിയൻസിന് പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ
ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യരുത്. കാരണം ഇത്രയും ഇഷ്യൂസ് എനിക്ക് മാത്രമാണ് വന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഇതെന്നോ നിർത്തി പോയിട്ടുണ്ടാവും. സോ ഇവനുള്ളതുകൊണ്ടാണ് ഇത് മാനേജ് ചെയ്ത് പോയത്. സോ എപ്പോഴും എന്താ പറയുക, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പാർട്ട്ണറെ ചൂസ് ചെയ്യുക. ആൻഡ് പാർട്ട്ണറെ ചൂസ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ പറയുക, ലൈക്ക് ഇപ്പോൾ എൻ്റെ ഒരു കുറവെന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ ഭയങ്കര പ്രൊക്കാസ്റ്റിനേറ്റ് അടിച്ചിരിക്കുന്ന ആളാണ്. ബട്ട് അഖിലേഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് വർക്ക് ചെയ്യാനുള്ളൊരു ഇതുള്ളതാണ്. സോ ഞാൻ എൻ്റെ ഐഡിയാസ് അവന് കൊടുക്കും. സോ അവൻ അത് വർക്കൗട്ട് ചെയ്യും. ആ ഒരു രീതിക്കാണ് ചെയ്യുന്നത്. സോ അതുപോലെ നമുക്ക് എന്താണ് കുറവെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിന് പറ്റിയിട്ടുള്ളത് ഒരു പാർട്ട്ണറിനെ കണക്ട് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ അതാണ്. ആൻഡ് സെക്കൻഡ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പേര് നമ്മളെ സ്കാം ചെയ്യാനായിട്ട് ചുറ്റും നിൽക്കുന്നുണ്ടാവും. സോ അത് നമ്മൾ നല്ല രീതിക്ക് പ്രൂഫ് കാര്യങ്ങളൊക്കെ മേടിച്ച് സേഫ് ആക്കിയ ശേഷം മാത്രം ആ ഒരു കാര്യങ്ങൾ ചെയ്യുക. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ഫണ്ട് മാനേജ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഫണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ എത്ര CR വാല്യുവേഷനുള്ള കമ്പനിയാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് അടച്ചു പോകേണ്ട അവസ്ഥ വരും. ഇതിനു മുന്നേയും ഞാനൊരു ഓൺടർപ്രണറായിട്ട് ഒരു പോഡ്കാസ്റ്റിൽ സംസാരിച്ച സമയത്ത് ആളും പറഞ്ഞ ഒരു ബേസിക് ഒരു സാധനം, നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേറെ ആരെ ഹയർ ചെയ്തിട്ടില്ലെങ്കിലും ഒരു അക്കൗണ്ടൻറ്റിനെ ഹയർ ചെയ്യുന്നത് മസ്റ്റാണ്. അല്ലെങ്കിൽ നമ്മൾ അത്രയും അവെയർ ആയിരിക്കണം. എന്താ ലൈക്ക് അക്കൗണ്ട്സ് പരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കാൽക്കുലേഷനിൽ നമ്മൾ അത്രയും പക്കയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇനിഷ്യലി സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറച്ച് അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് വരുന്ന ഓരോ വരവും ചിലവും അതിനെല്ലാത്തിനും ഒരു കണക്കുണ്ടാവണം. അപ്പോൾ ഇനിഷ്യലി നിങ്ങളത് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നോ? അല്ല, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്നല്ല, നമ്മൾ ഈ സ്റ്റിൽ ഇപ്പോൾ പോലും നമുക്ക് ഈ ഫൈനാൻസ് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് ഒരാളില്ല. ബട്ട് അത് നമ്മുടെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് തന്നെയാണ് ഞങ്ങൾക്കും പറയാനായിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ശരിക്കും വലിയൊരു പില്ലർ തന്നെയാണ് നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ. സോ ഇതെങ്ങനെ സ്പെൻഡ് ചെയ്യണം, ഒരു മന്ത് നമ്മൾ എത്രത്തോളം സ്പെൻഡ് ചെയ്യണം എന്നുള്ളതിന് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഇതില്ലാന്നുണ്ടെങ്കിൽ, ഒരു പ്ലാൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഇതാവും. ബട്ട് ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി അതിനായിട്ടുള്ളൊരു മൂവ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പ്രോപ്പറായിട്ടൊരു ബഡ്ജറ്റ് കാര്യങ്ങൾ നമ്മൾ കീപ്പ് നമ്മൾ എവറി മന്ത് ഒരു ബഡ്ജറ്റ് ഇടണം. സോ നമ്മൾ ഇത്രയും രൂപയ്ക്ക് നമ്മൾ സ്റ്റോക്ക് എടുക്കണം. ആൻഡ് ഇത്രയും നമ്മൾ റവന്യൂ മിനിമം ക്രിയേറ്റ് ചെയ്യണം. അതിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ മാക്സിമം കോസ്റ്റ് കുറയ്ക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ നിർത്തുന്നത് തന്നെയാണ് ബെറ്റർ. ഇപ്പം കോസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പം പലരും ബിസിനസ്സിലേക്ക് ഇറങ്ങാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ ക്യാപിറ്റൽ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ്, ക്യാപിറ്റൽ കുറവാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം എപ്പോഴും ചെറിയ രീതിക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നാണല്ലോ. അതിനൊരു ബെസ്റ്റ് ഒരു എക്സാമ്പിളാണ് നിങ്ങളും. ലൈക്ക് ഭയങ്കര ചെറിയ മിനിമൽ ക്യാപിറ്റലാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതും. അപ്പോൾ ആ ഒരു ജേണി ഒന്ന് ഷെയർ ചെയ്യാമോ? ഓക്കെ, അതേക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും, അതായത് ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്ററാണ്. സോ എനിക്ക് അതിനനുസരിച്ചിട്ട് അത്യാവശ്യം ഒരു റവന്യൂ ഉണ്ട്. സോ എൻ്റെ കൂടെ തന്നെ ലൈക്ക് ഞാനൊരു കോഴ്സ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആവാമെന്നുള്ളൊരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിലെ ക്ലയൻസിനെല്ലാം തന്നെ മാനേജ് ചെയ്ത് ഇവനാണ്. സോ ഇവന് ഞാൻ സാലറി കൊടുക്കുന്നുണ്ടായിരുന്നു. സോ ഇവൻ്റെ സാലറിയിൽ നിന്നും അതുപോലെ തന്നെ എൻ്റെ സേവിങ്സ് നിന്നും വെച്ചിട്ടാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തത്. സോ ഞാൻ നിങ്ങൾ ഇതിന് മുന്നേ നിങ്ങൾ പാർട്ട്നേഴ്സ് ആയിരുന്നു? പാർട്ട്നേഴ്സ് എന്നല്ല, എൻ്റെ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ചെയ്തത്. പിന്നെ നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയാൻ, ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങളുടെ കയ്യിൽ വലിയൊരു ക്യാപിറ്റൽ ഇട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വലിയൊരു ലാർജ് സ്കെയിലിൽ ചെയ്യാനുണ്ടായിരുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒരു ടെസ്റ്റ് ചെയ്യാന്നുള്ള രീതിക്ക്. ലൈക്ക് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ അത് ചെയ്തത് ഞങ്ങൾക്ക് തന്നെ ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇത്രയും ചെറിയ ക്യാപിറ്റൽ ചെയ്തതെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ അത്രയും ചെറിയൊരു ക്യാപിറ്റൽ ഞാൻ പറയുന്നില്ല, ലൈക്ക് ഒരു 5 ഫിഗറിലുള്ള ഒരു എമൗണ്ടാണ്. അത്രയും ചെറിയൊരു എമൗണ്ടിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് വിത്തിൻ 3 months കൊണ്ട് തന്നെ നമുക്ക് 7 ഫിഗറിലോട്ട് റവന്യൂ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ചെറിയതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു കോണ്ടന്റ് ക്രിയേഷനായിട്ട്, അതായത് ഈ ഒരു എന്താ പറയുക, ഈ കോണ്ടന്റ് ക്രിയേഷനായിട്ട് കണക്ട് ചെയ്ത ടൈമിൽ വെറും 3 months കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും വലിയ റവന്യൂ ചെയ്യാനായിട്ട് പറ്റി. അതായത് നിങ്ങളുടെ കസ്റ്റമേഴ്സ് കംപ്ലീറ്റ്ലി നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ത്രൂ ആണ് ജനറേറ്റ് ചെയ്തത് അല്ലേ? അതെ, ലൈക്ക് ഞങ്ങൾ 1 രൂപയ്ക്ക് പോലും ഞങ്ങൾ 1 രൂപയ്ക്ക് പോലും മറ്റേ ആഡ്സ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. മേ ബി ഈ ഒരു വീഡിയോ വരുന്ന സമയത്ത് മേ ബി ചെയ്തിട്ടുണ്ടാവുമായിരിക്കാം, പറയാനാവില്ല. ബട്ട് നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. നമ്മൾ ഇനീഷ്യൽ സ്റ്റേജ് മുതൽ ഫസ്റ്റ് 6 months വരെ നമ്മൾ 1 രൂപ പോലും മാർക്കറ്റിങ്ങിന് സ്പെൻഡ് ചെയ്തിട്ടില്ല. സോ അങ്ങനെ ഫുൾ നമുക്ക് വന്നിട്ടുള്ള ഫുൾ ഓർഗാനിക് ആയിട്ടുള്ള കസ്റ്റമേഴ്സ്. കംപ്ലീറ്റ്ലി ബിസിനസ്സും ബൂട്ട് സ്ട്രാപ്ഡ് ആയിരുന്നു? കംപ്ലീറ്റ്ലി ഇതുവരെ നമ്മൾ ബൂട്ട് സ്ട്രാപ്ഡ് ആണ്. നമ്മളൊരു റവന്യൂ ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. അത് കഴിയുന്നവരെ നമ്മൾ ബൂട്ട് സ്ട്രാപ്പാണ് പ്ലാൻ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇൻവെസ്റ്ററെ നോക്കുമായിരിക്കാം. ഇപ്പം യൂഷ്വലി ബിസിനസ് തുടങ്ങുമ്പം ലൈക്ക് പാഷൻ്റെ പിന്നാലെ തുടങ്ങുന്നതുകൊണ്ട് അതിനോടൊപ്പം നമുക്ക് റവന്യൂ പ്രോഫിറ്റ് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പം ഇനിഷ്യലി നിങ്ങൾ ഈ ഒരു സാലറി മാതിരിയോ അല്ലെങ്കിൽ പ്രോഫിറ്റ് റവന്യൂ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നോ? ഇപ്പം നമ്മൾ
ബിസിനസ്സിൽ ഈ ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ ഈ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിലവുകളൊക്കെ ഏതൊക്കെയാണെന്ന് നമ്മൾ ഫസ്റ്റ് നോക്കണം. സോ ഈ ഒരു കൈൻഡ് ഓഫ് നമ്മുടെ ചിലവ് തന്നെയാണ് ഞങ്ങളുടെ സാലറി എന്ന് പറയുന്നത്. സോ ഞങ്ങൾ ജസ്റ്റ് ഒരു ഇത്രയും രൂപ സാലറിയിൽ നിന്ന് ഇട്ടിട്ടുണ്ട്, ബട്ട് നമ്മൾ ബിസിനസ്സിൽ നിന്ന് എടുക്കില്ല, ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും സാലറി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് നമ്മൾ സ്റ്റിൽ അതിലോട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബൂട്ട് സ്ട്രാപ്പ് ചെയ്യൽ തന്നെ. ഓക്കെ, ലൈക്ക് അതായത് നിങ്ങൾ ഫസ്റ്റ് ഇട്ട ക്യാപിറ്റൽ പ്രോഡക്റ്റ് വിറ്റു, അതിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റ് റീഇൻവെസ്റ്റ് ചെയ്തു, വീണ്ടും പ്രൊഡക്റ്റ് എടുത്തു, ദെൻ അതിൽ നിന്ന് കിട്ടുന്ന വെച്ചിട്ട് നമ്മൾ പ്രൊഡക്റ്റ് വീണ്ടും ക്വാളിറ്റി ആക്കി, ദെൻ വീണ്ടും ക്വാളിറ്റി ആക്കി, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണേ. ഓക്കെ. നിങ്ങളുടെ പ്രോഡക്റ്റ് ഇപ്പോൾ ആക്ച്വലി പീരീഡ്സ് കിറ്റ് ആണ്. പക്ഷെ ഇപ്പോൾ എല്ലാവരും മെൻസ്ട്രൽ കപ്പിലേക്ക് ചേഞ്ച് ചെയ്യുന്ന ഒരു ടൈമാണല്ലോ. അത് നിങ്ങൾക്ക് എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു? ലൈക്ക് നമുക്കൊരിക്കലും ഈ ലോകത്തുള്ള എല്ലാ വുമൻസും മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നത് പറയാനാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ പേടിയുള്ളവരുണ്ട്, അത് ത്രൂ കംഫർട്ടബിൾ ആവാത്തവരുണ്ട്. ഓക്കെ, സോ അവരാണിപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻ കേസ് ഈ മെൻസ്ട്രൽ കപ്പ് ഈ ലോകത്ത് എല്ലാവരും യൂസ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പ്രൊഡക്റ്റും പെർഫെക്റ്റ് അല്ല. സോ ഈ മെൻസ്ട്രൽ കപ്പിൽ എന്ത് മിസ്റ്റേക്ക് ആയിരിക്കും വരിക എന്നുള്ള കാര്യം നമ്മൾ നോക്കിയിട്ട് അത് നമ്മൾ സോൾവ് ചെയ്തിട്ട് നമ്മുടെ ലവിഷ് എന്നുള്ള ബ്രാൻഡിങ്ങിൽ നമ്മൾ ചെയ്തോളും. സോ അങ്ങനെയാണ് നമ്മളിപ്പോൾ കറൻറ്റ്ലി വെച്ചിട്ടുള്ളത്. ലൈക്ക് നമ്മൾ ഇനി ഫ്യൂച്ചറിനനുസരിച്ചിട്ട് അത് മോഡിഫൈ ചെയ്തോളും. അപ്പം ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തെ നിങ്ങൾ രജിസ്ട്രേഷൻ എന്തെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നോ? സ്റ്റാർട്ടിങ് ടൈമിൽ രജിസ്ട്രേഷൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു 1 മന്ത് ശേഷം ഞങ്ങൾ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്തത്. ഇതിപ്പോൾ ഒരുവിധം റെഡി ആകാറായി. ഇപ്പോൾ ഞങ്ങൾ അപ്ലൈ ചെയ്ത് LLP-ക്കാ. ഈ പലർക്കും ഉള്ളൊരു സംശയമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തെ ട്രേഡ് മാർക്ക് എടുക്കണമെന്നുള്ളത്. അപ്പം ലൈക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതൊരു ലാർജ് സ്കെയിലിലേക്ക് നിങ്ങൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രേഡ് മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾ തന്നെ പറഞ്ഞു, ആദ്യമേ പേര് വേറെതായിരുന്നു, ലഷ് എന്നായിരുന്നു. പിന്നീട് കുറേ അതിന് വേണ്ടിയിട്ട് കുറേ പാക്കിംഗ് ഒക്കെ ചെയ്ത് വെച്ചതിന് ശേഷമാണ് അത് നമുക്ക് ട്രേഡ് മാർക്ക് കിട്ടത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ട്. അപ്പോൾ എപ്പോഴും ബ്രാൻഡ് നെയിം ചൂസ് ചെയ്യുമ്പോൾ ട്രേഡ് മാർക്ക് എടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പലരും ചെയ്യാത്തൊരു കാര്യമാണ്. കാരണം പിന്നീട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഒരു ബ്രാൻഡ് വാല്യൂ അല്ലെങ്കിൽ ആ ഒരു നെയിം വേറെ ആരെങ്കിലും കൊണ്ടുപോകുന്നൊരു സിറ്റുവേഷൻ വരാറുണ്ട്. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? ലൈക്ക് MSME രജിസ്ട്രേഷൻ ആയിരുന്നു, LLP ആയിട്ട് രജിസ്റ്റർ ചെയ്യായിരുന്നു ഡയറക്റ്റ്? LLP തന്നെ. LLP ആയിട്ട് രജിസ്റ്റർ ചെയ്യായിരുന്നു. അപ്പം ഈ ഇനിഷ്യൽ സ്റ്റേജിൽ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ വേറെ ഒരു രീതിയിലുള്ള മാർക്കറ്റിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ആമസോൺ അങ്ങനെ എന്തെങ്കിലും, ആമസോൺ ത്രൂ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിരുന്നു? പ്ലാൻ ഉണ്ട്. ഒരു ഏജൻസി വഴി ഞങ്ങളിപ്പോൾ ആമസോണിൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം ആമസോണിലൊക്കെ പ്രോഡക്റ്റ് സെല് ചെയ്യണമെങ്കിൽ നമുക്ക് GST എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇനീഷ്യലി നമുക്ക് ഒരു ടേൺ ഓവർ മീറ്റ് ചെയ്യാണ്ട് GST രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നു ഈ ആമസോണിലൊക്കെ സെല് ചെയ്യണമെങ്കിൽ നമുക്ക് GST വേണം അല്ലേ? അപ്പം അതിനായിട്ട് നിങ്ങൾ GST ഓൾറെഡി എടുത്തിരുന്നു അല്ലേ? അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ലൈക്ക് നമുക്കറിയില്ലായിരുന്നു ഇങ്ങനെ ചെയ്യണമെന്നുണ്ടായിരുന്നത്. ആൻഡ് നമ്മൾ ആമസോണിൽ ലിസ്റ്റ് ചെയ്യേണ്ട ഒരു സമയത്ത് നമ്മുടെ ഏജൻസി പറഞ്ഞിരുന്നു നിങ്ങൾക്ക് GST വേണമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ GST വേണമെന്ന് തോന്നുന്നുണ്ട്. ലൈക്ക് GST വേണമെന്ന് പറഞ്ഞിരുന്നു. സോ ആ ഒരു ടൈമിലാണ് ഞങ്ങൾ നേരെ കയറിയിട്ട് GST കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ എടുത്ത GST കാര്യങ്ങളൊക്കെ എടുത്തത്. അല്ലാതെ നമുക്കിപ്പോൾ ശരിക്കും ആവശ്യമില്ല, ബട്ട് സ്റ്റിൽ നമ്മൾ എടുത്തു. ഇപ്പം നിലവിൽ ഓൾറെഡി കുറേ സാനിറ്ററി പാഡ്സിൻ്റെ ലൈക്ക് കുറേ ബ്രാൻഡ്സ് ഉണ്ട്. അവിടുന്ന് ലവിഷ് എങ്ങനെയാണ് ആക്ച്വലി ഡിഫറെൻ്റ് ആവുന്നത്? ആക്ച്വലി ഞങ്ങളുടെ പ്രൊഡക്റ്റ് പറഞ്ഞു വെച്ചാൽ അത് പീരിയഡ്സ് ടൈമിൽ ഒരു ഗേൾസിന് വേണ്ട എല്ലാ സാധനവും കൂടി ഒരു 1 കിറ്റിലായിട്ടുള്ളതാണ്. അവർക്ക് മൂഡ്സ് കൺട്രോൾ ചെയ്യാൻ ഡാർക്ക് ചോക്ലേറ്റും ഹൈജീനിക്കായിട്ട് ഇരിക്കാൻ വേണ്ടി സാനിറ്റൈസർ, പിന്നെ പബ്ലിക് ടോയ്ലറ്റിൽ പോയാൽ എല്ലാവർക്കും അറിയാം വൃത്തി ഉണ്ടാവില്ല, അത് വൃത്തിയാക്കാൻ വേണ്ടി ടോയ്ലറ്റ് ഷീറ്റ്, അങ്ങനെ കുറേ സാധനങ്ങളോട് പിന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സ്റ്റെയിൻ റിമൂവർ. ഇതെല്ലാം ആക്ച്വലി ആദ്യമേ നിങ്ങൾ കിറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു അതോ 1 by 1? സ്റ്റെയിൻ റിമൂവർ ഞങ്ങൾ ഇപ്പോഴാണ് ആഡ് ചെയ്തത് പുതിയതായിട്ട്. ഓക്കെ. ടോട്ടലി ഞങ്ങളുടെ കിറ്റിൻ്റെ ഉള്ളിൽ 10 പാഡ്സ് ഉണ്ട്. ഫസ്റ്റ് ഞങ്ങൾ സെല് ചെയ്തുകൊണ്ടിരുന്നത് 5 ഹെവി ഫ്ലോനും പിന്നെ ഒരു 5 വന്നിട്ട് മീഡിയം ഫ്ലോന്. ഇപ്പം ഞങ്ങളെല്ലാം 10 പാഡ്സും ഹെവി ഫ്ലോസിന് മാത്രമായിട്ടുള്ളതായിട്ട് വിൽക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ഡിസ്പോസൽ ബാഗും ഉണ്ട്, ടിഷ്യൂ പേപ്പേഴ്സും ഉണ്ട്. ഇതെല്ലാം കൂടെ ഒരു കിറ്റായിട്ടാണ്. ഓക്കെ. എനിക്ക് തോന്നുന്നു നിലവിൽ അങ്ങനത്തെ ഒരു ബ്രാൻഡ് ഇതുവരെ ഇറക്കിയിട്ടില്ല എന്ന് തോന്നുന്നല്ലേ? കറന്റ്ലി ഇത്രയും ലൈക്ക് എല്ലാ പ്രോബ്ലവും സോൾവ് ചെയ്യുന്നത് ലവിഷ് മാത്രമാണ് കറന്റ്ലി ഉള്ളത്. ആൻഡ് നമ്മൾ കോപ്പി അടിച്ചിട്ട് ഒരുപാട് ബ്രാൻഡ്സ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റിൽ നമ്മൾ അത് ഇതാക്കിക്കോളും. അപ്പോൾ ലൈക്ക് ഓരോ വട്ടം ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ആദ്യമേ ഈ ഒരു പ്രോഡക്റ്റ് ഇറക്കാം എന്നുള്ളൊരു ഐഡിയ വന്ന സമയത്ത് കുറേ ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഗേൾസിൻ്റെ അടുത്ത്. ലൈക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ ഇതിലേക്ക് വന്നതിൻ്റെ കാരണം കുറേ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ആയിട്ടാണല്ലോ. അപ്പം ഈ ഒരു കാര്യങ്ങൾ ആരുമായിട്ടെങ്കിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേരായിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് ഈ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള എല്ലാവരുടെ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് എൻ്റെ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും അവരുടെ അടുത്ത് ഞാൻ
ഈ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യണം, സോ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട്. ലൈക്ക് ഇത് നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ള രീതിക്കാണ് ഞാൻ അവരുടെ ഒരു കാര്യം എങ്ങനെയാണ് ചോദിക്കുന്ന രീതിക്ക് ചോദിച്ചത് എല്ലാ കാര്യങ്ങളും. ഒരുപാട് ഫ്രണ്ട്സ് അടുത്ത് ചോദിച്ചിട്ടില്ല, അത്യാവശ്യം ഫ്രണ്ട്സ് അടുത്ത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാക്സിമം നമ്മുടെ കസ്റ്റമേഴ്സിന് എന്താണ് ആവശ്യം എന്നുള്ള കാര്യം മാക്സിമം അറിയേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഒരുപാട് പേരെടുത്ത് ചോദിച്ചിട്ടില്ല, ബട്ട് നമ്മൾ ഒരുപാട് പേരെടുത്ത് ചോദിക്കണം. സ്റ്റിൽ ഞങ്ങൾ കുറച്ച് പേരെടുത്ത് ചോദിച്ചത്, ആൻഡ് ഈ പ്രോബ്ലം ശരിക്കും ഭയങ്കര പ്രശ്നമുള്ളതെന്ന് തോന്നിയപ്പോൾ നമ്മളൊരു റിസ്ക് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് തന്നെയാണ്. അതായത് ഫീഡ്ബാക്ക് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ ഫസ്റ്റ് ഒരു 100 കസ്റ്റമേഴ്സിൻ്റെ അടുത്തു നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ലൈക്ക് നമ്മളുടെ കസ്റ്റമേഴ്സിന് എന്താണോ വേണ്ടതെന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് നമ്മളുടെ പ്രോഡക്റ്റ് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനും പറ്റും. അപ്പം യൂഷ്വലി ഇപ്പം ഞാനാണെങ്കിലും ഫേസ് ചെയ്യുന്നൊരു സംഭവമാണ്. നമ്മൾ ലൈക്ക് ഇത് കംപ്ലീറ്റ്ലി ഓൺലൈൻ അല്ലേ, നിങ്ങളുടെ ഈ ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നതെല്ലാം ഓൺലൈൻ. അപ്പം യൂഷ്വലി പീരീഡ്സ് ആവുന്ന സമയത്താണോ ഇവർ കൂടുതൽ ഓർഡർ വരാറ്, അതോ ലൈക്ക് നേരത്തെ ഓർഡർ ചെയ്യുകയാണോ ചെയ്യാറ്? അപ്പോൾ ലൈക്ക് ഡെലിവറി എന്ന് പറയുന്നത് ഒരു കുറച്ച് കൺവീനിയൻസ് കുറച്ചും കൂടി എളുപ്പമാണല്ലോ. കാരണം യൂഷ്വലി ഒരു പീരീഡ്സിൻ്റെ കിറ്റ് നമ്മൾ നേരത്തെ വാങ്ങി വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്നൊരു ആവശ്യം വരുമ്പം നമുക്കൊരു 2-3 ഡേയ്സിൽ ഡെലിവറി പോസിബിൾ ആവാറുണ്ടോ? ലൈക്ക് ഇത് ശരിക്കും നല്ലൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡെലിവറിയുടെ കാര്യത്തിൽ ഞങ്ങൾ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഫസ്റ്റ് ചൂസ് ചെയ്തത് ഡെലിവറി എന്ന് ഞാൻ അവരുടെ പേര് പറയുന്നില്ല, സോ ആ ഒരു സർവീസാണ് ചെയ്ത്. ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ടൈമിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ പ്രൊഡക്റ്റിന് ആവശ്യം ഉണ്ടാവില്ല. സോ കറക്റ്റ് ടൈമിൽ ഡെലിവറി ചെയ്യാന്നുള്ളത് കൂടെ ഒരു ചാലഞ്ചായിരുന്നു. സോ നമുക്കിവിടെ ഏറ്റവും കുറച്ചുകൂടി സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പോസ്റ്റ് തന്നെയാണ്. സോ നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴി ചെയ്യും. 3 to 4 ഡേയ്സിനകത്ത് നമ്മൾ സ്പീഡ് പോസ്റ്റാണ് ചെയ്യുന്നത്. 3 to 4 ഡേയ്സിനകത്ത് അവർക്ക് കിട്ടും. ആൻഡ് അവർ ഓർഡർ ചെയ്തിട്ടുള്ള 3 to 4 ഡേയ്സിനകത്ത് അവർക്ക് കയ്യിൽ കിട്ടും. ഹോം ഡെലിവറി ആണ്. ഇപ്പം നമ്മുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ, ലൈക്ക് ഒരു ബിസിനസ്സിൻ്റെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പം, നമ്മൾ ഈ ഡെലിവറി ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ലൈക്ക് പ്രത്യേക ഒരു സെപ്പറേറ്റ് ഏജൻസീനെ അതിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണോ നല്ലത്, അതോ ഇന്ത്യൻ പോസ്റ്റ് ത്രൂ തന്നെ ചെയ്യുന്നതാണോ ഇന്ത്യൻ നല്ലത്? പോസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആയിട്ടുള്ളത്. അവർ ഹോം ഡെലിവറി ഉണ്ട്, കുറച്ച് വെയിറ്റ് അനുസരിച്ച് റേറ്റും വരിക, ഡിസ്റ്റൻസ്. പിന്നെ ഒരു കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് വേറെ ഏജൻസി ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ, അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും സർവീസ് ഡെലിവറി ഉണ്ടാവില്ല. ഉണ്ടാവത്തില്ല. ബട്ട് ഇന്ത്യൻ പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അവിടെ ഉണ്ടാവും. സോ നമുക്ക് ഏതൊരു ഇതിനകത്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് ചൂസ് കുറച്ചും ചെയ്തത്. കൂടി കൺവീനിയൻ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ, ലൈക്ക് കസ്റ്റമേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ. അതായത് ഇപ്പോൾ നമ്മളാണെങ്കിലും അന്വേഷിച്ച സമയത്ത് മിക്കയിടത്തും നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നതെന്ന് വെച്ചാൽ അവരുടെ എല്ലായിടത്തോട്ടും ഡെലിവറി ഉണ്ടാവത്തില്ല. മിക്കതും നിയറസ്റ്റ് ഹബ്ബിലായിരിക്കും അവർ ഡെലിവറി ചെയ്യുന്നുണ്ടാവും. അപ്പം കസ്റ്റമേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മളാണെങ്കിൽ എപ്പോഴും നമ്മളുടെ വീട്ടിൽ കൊണ്ട് തരുന്നതാണല്ലോ പ്രിഫർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യൻ പോസ്റ്റ് ഇന്ത്യൻ ആയിരിക്കും അല്ലേ? പോസ്റ്റ് തന്നെയാണ് ഇന്ത്യൻ better. പോസ്റ്റ് ഹിൽസ് ഏരിയയിലൊക്കെ ഉണ്ട് അവൈലബിൾ. ഓക്കെ. ഊട്ടിയിൽ നിന്ന് ഓർഡർ ചെയ്താലും കറക്റ്റ് അവൻ്റെ സ്ഥലത്ത് പോകും. അപ്പം നമുക്ക് ലൈക്ക് പേയ്മെൻറ്റ് വൈസ് നമുക്ക് ബിസിനസ്സിൻ്റെ പെർസ്പെക്റ്റീവിൽ പേയ്മെൻറ്റ് വൈസ് നമുക്കത് ഓക്കെ ആണോ, ഓക്കെ ആണെന്ന് അഫോർഡബിൾ ചോദിച്ചു ആണോ? കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഓക്കെ ആണ്. ബട്ട് ഓക്കെ ആണ്, ബിക്കോസ് വേറെ നമുക്ക് സർവീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഏജൻസി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ റേറ്റ് ഹൈ ആയിരിക്കും. അതുപോലെ തന്നെ എല്ലാവരുടെയും സർവീസ് ഉണ്ടാവില്ല. സർവീസും സോ ഉണ്ടാവത്തില്ല. ഇന്ത്യൻ പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റേറ്റിൻ്റെ കാര്യത്തിൽ ഓക്കെയാണ്. ബട്ട് ചില സമയത്ത് ഇന്ത്യൻ പോസ്റ്റ് ഒന്ന് കൈയൊഴിയാറുണ്ട്. സോ അതുകൂടെ ഒന്ന് ഇന്ത്യൻ പോസ്റ്റ് മാനേജ് ചെയ്തു, അത് നമ്മുടെ മിസ്റ്റേക്ക് അല്ല, ഇന്ത്യൻ പോസ്റ്റിൻ്റെ മിസ്റ്റേക്കാണ്. അതുകൂടെ ഒന്ന് ഫിക്സ് ആയി കഴിഞ്ഞാൽ ഇന്ത്യൻ പോസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഇതുവരെ നിങ്ങൾ ആഡോ കാര്യങ്ങളോ ഒന്നും റൺ ചെയ്യാണ്ട് കംപ്ലീറ്റ്ലി വെബ്സൈറ്റ് ത്രൂ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ വെബ്സൈറ്റും ഇനിഷ്യലി ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ഫുള്ള് ഈ ഒരു കാര്യത്തിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന അഖിലേഷ. സോ അപ്പോൾ ഞങ്ങൾ അത് പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു, ലൈക്ക് ഇത്രയും ഓർഡേഴ്സ് ഞങ്ങൾക്ക് ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, സോറി ഞങ്ങൾക്ക് ഇത്രയും പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. സോ അത് കണ്ടപ്പോൾ ഒരു ബ്രാൻഡ് നമ്മൾ അപ്രോച്ച് ചെയ്തു. ദെൻ അവർ തന്നെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് വെബ്സൈറ്റ് അവർ പറഞ്ഞിരുന്നു, നിങ്ങൾ ഞങ്ങൾക്കൊന്നും ചെയ്തു തരണ്ട, ലൈക്ക് അവരും ഇതുപോലെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ആരും സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നില്ല. സോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിക്ക് ഞങ്ങൾക്ക് ഈ വെബ്സൈറ്റ് ചെയ്തു തന്നു. ആ ബ്രാൻഡിൻ്റെ പേര് പരസ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ്. ഓക്കെ. അപ്പം നിങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നപ്പം മെയിനായിട്ട് ഫേസ് ചെയ്തൊരു സ്ട്രഗിൾ അല്ലെങ്കിൽ ചലഞ്ച് എന്തായിരുന്നു? ഓക്കെ, മെയിൻലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ബോയ്സാണ്. ഞങ്ങൾക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ഇല്ല, ലൈക്ക് എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. സോ ഞങ്ങൾ കുത്തിയിരുന്ന് പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഞാൻ ഇത്രയും കാലം പഠിച്ചിട്ട് പോലും ഞാൻ ഒരിക്കലും ഇങ്ങനെ പഠിച്ചിട്ടില്ല. ഞാൻ അത്രയും കുത്തിയിരുന്ന് പഠിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് എന്താണ് സംഭവങ്ങളെല്ലാം ഞാൻ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. ഞാൻ അവന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അവൻ അറിയുന്നത് എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. സോ അവിടെ ഞങ്ങൾ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാനും ഭയങ്കര മടിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൊസൈറ്റി തന്നെയാണ്
ഇപ്പോൾ സ്റ്റിൽ അതായത് എൻ്റെ നാട്ടിൽ തന്നെ കുറേ പേരുണ്ട്. ലൈക്ക് വല്ല ഡിഗ്രി എടുത്തിട്ട് അങ്ങനെ പൊക്കൂടെ, ഇതൊക്കെ നടക്കുന്ന കേസാണോ, ആ രീതിക്ക് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവർ പറയുന്ന സമയത്ത് നമുക്കൊരു എത്രത്തോളം നമുക്ക് നമ്മളെ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിലും അവർ പറയുമ്പോൾ നമുക്കൊരു ചെറിയൊരു സങ്കടം ഉണ്ടാവും. ബട്ട് ആ ഒരു സ്ട്രഗിൾ കൂടെ ഉണ്ട്. നമുക്ക് സ്ട്രഗിൾ എന്ന് പറയാനാവില്ല, ലൈക്ക് ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് ലൈക്ക് ബിസിനസ്സിലേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന മേജർ സ്ട്രഗിൾ എന്തായിരുന്നു? ബിസിനസ്സിൽ ഞങ്ങൾ പറഞ്ഞ പോലത്തെ ഞങ്ങൾക്ക് ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. സോ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. സോ അവിടെ ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് എനിക്ക് എടുത്തു പറയാനായിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ഒരു വിപിൻ സാർ എന്ന് പറഞ്ഞിട്ട്. ആൾ മെൻറ്ററാ. ആൾ വേറെ കുറേ സ്റ്റാർട്ടപ്സ് ഒക്കെ റൺ ചെയ്യുന്നുണ്ട്. സോ ആൾ ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ആളുടെ ഹെൽപ്പിലൂടെ ഇപ്പോൾ എനിക്ക് മുളക് പെട്ടിന് പറയുകയാണെന്നുണ്ടെങ്കിലും മുളക് പെട്ടിനെയും ഞങ്ങളെയും എല്ലാം ഇപ്പോൾ കറൻ്റ്ലി മെൻറ്ററിങ് എന്നല്ല, ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ വിപിൻ സാർ തന്നെയാണ്. ആൾ തന്നെയാണ് ലൈക്ക് ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു മെൻറ്റർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ്? സീരിയസ്ലി മെൻറ്റർ നല്ല രീതിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫാമിലി ബിസിനസ്സൊക്കെയാണ് റൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഇത് നമ്മൾ സ്റ്റാർട്ടപ്പാണ്. ബിസിനസ് വേറെ, സ്റ്റാർട്ടപ്പ് വേറെ. ബിസിനസ് ഓൾറെഡി എക്സിസ്റ്റഡ് ആയിട്ടുള്ള സംഭവം, സ്റ്റാർട്ടപ്പ് നമ്മൾ പുതിയ ഐഡിയ. സോ ഇത് മാർക്കറ്റ് എങ്ങനെ നമ്മളെ ഇതാക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാനാവില്ല. സോ അവിടെ ശരിക്കും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് അഡ്വൈസ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. സോ ഇപ്പോൾ പുതിയ സ്റ്റാർട്ടപ്പ് വരികയാണ്, ആരെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് നിന്ന് പഠിക്കുക. ഒരു മടിയില്ല. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടപ്പ് തുടങ്ങി കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ചിട്ട് ഈ മടി എന്നുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. ലൈക്ക് അവരെന്ത് ചിന്തിക്കും, ഇവരെന്ത് ചിന്തിക്കുന്നു നടക്കില്ല. നമ്മളെല്ലായിടത്തും ഒരു ഉളുപ്പില്ലാതെ ഡയറക്റ്റ് പോയിട്ട് ചോദിച്ചറിയണ കാര്യങ്ങൾ. അപ്പം ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ നോക്കിയ സമയത്ത് ഫസ്റ്റ് പീരിയഡ് കിറ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കിറ്റ് പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. ലൈക്ക് ആർക്ക് വേണമെങ്കിലും എവിടെയെങ്കിലും പോക്കറ്റിലിട്ടിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിക്കാണ് നമ്മൾ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു രീതിക്കൊന്നും കറൻ്റ്ലി ആരും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പ്രോപ്പർ മാർക്കറ്റ് സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം നമ്മുടെ കസ്റ്റമേഴ്സ് ലൈക്ക് ഇന്ത്യയിലുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. ആൻഡ് വേറെ അങ്ങനെ ഒരുപാട് ഡീപ്പായിട്ട് നമ്മൾ സെർച്ച് ചെയ്തിട്ടില്ല. ആൻഡ് കറൻ്റ്ലി സെർച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇനീഷ്യൽ ടൈമിൽ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് കുറേ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അപ്പം നിങ്ങൾ എത്രത്തോളം കോൺഫിഡൻ്റ് ആയിരുന്നു ശരിക്കും ഈ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്? അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു ഉള്ളിലൊരു സാധനം തോന്നിയിട്ടുണ്ടോ? ഇത് ഇറക്കി കഴിഞ്ഞാൽ വർക്കൗട്ട് ആവോ? അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു? ഞാൻ പറയട്ടെ, ഞങ്ങൾ ശരിക്കും സ്റ്റാർട്ടിങ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഭയങ്കര ഇറാഷണലി ചിന്തിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് സീരിയസ്ലി ഒന്നും അറിയത്തില്ല. എന്താ പറയുക, ഒന്നും അറിയത്തില്ല. സോ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളിത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും കോപ്പി അടിക്കും അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെ ഒന്നും അറിയത്തില്ല. ഞങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ജസ്റ്റ് ഡേ 1 സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് തന്നെയാണുള്ളത്. ആൻഡ് ഞങ്ങൾ ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യാൻ പോകുന്നു, ഞങ്ങളുടെ ഐഡിയ എന്തൊക്കെയാണെന്നുള്ള കാര്യം ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് മെസ്സേജുകൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെ പറയരുത്, ഇങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ കമ്പനീസ് പോലും ഇത് അവർ കോപ്പി ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് അച്ചീവ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. സോ എന്താ പറയുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആസ് ഓഫ് നൗ നിങ്ങൾക്ക് എത്ര പ്രോഡക്ട്സ് ഉണ്ട്? ടോട്ടലി മൊത്തം 3 പ്രോഡക്ട്സ് ഉണ്ട്. ഒന്ന് ക്രാം റിലീഫ് പാച്ച്. അതും അതിൽ പാക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ 5 ഉണ്ടാവും. മറ്റേ അബ്ഡോമിനൽ പെയിൻ വരുമ്പോൾ ഗേൾസിന് പീരിയഡ്സ് ടൈമിൽ ക്രാംസ് വരില്ലേ, അപ്പോൾ അത് യൂസ് ചെയ്ത് വെച്ചാൽ ക്രാംസ് കുറച്ച് കുറവാകും. പിന്നെ ഉള്ളത് ഒരു ബോക്സാണ്, 20 പാഡ്സുള്ള ഒരു ബോക്സ്. 20 പാഡ്സും മറ്റേ ഹെവി ഫ്ലോസിനുള്ള പാഡ്സ് തന്നെയാണ്. ഫുൾ കോട്ടൺ പാഡ്സാണ്, പ്ലാസ്റ്റിക് അങ്ങനത്തെ സാധനമൊന്നുമല്ല അതിൽ. പിന്നെ ഉള്ളത് ഞങ്ങളുടെ കോറായിട്ടുള്ള പീരിയഡ്സ് കിറ്റ്, ലവിഷ് പീരിയഡ്സ് കിറ്റ്. ഓക്കെ, അത് ഞങ്ങളുടെ ലവിഷ് പീരിയഡ്സ് കിറ്റാണ് മറ്റേ ഞങ്ങളുടെ കോറായിട്ടുള്ള പ്രൊഡക്റ്റ്. ഓക്കെ, ഒരു ഗേളിന് മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന പീരിയഡ്സിന് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എല്ലാം സോൾവ് ചെയ്യുന്ന മാതിരി ഒരു കിറ്റ്. അപ്പം ആദ്യമേ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ജസ്റ്റ് ഒറ്റ പ്രൊഡക്റ്റിലല്ലേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത്? പിന്നെ പതിയെ പതിയെ ആഡ് ഓൺ ചെയ്ത് വന്നതാണ്. അതെ അതെ. അപ്പം നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് ലവിഷിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ഒരു ആക്ച്വലി ഞാൻ 2 കാര്യങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു കൾച്ചറൽ ഷിഫ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു രീതിക്കൊന്നുമല്ല ശരിക്കും. ഇപ്പോൾ സ്റ്റിൽ നമ്മൾ 2025 നമ്മുടെ ചിന്താഗതി ഫുള്ള് 90s സോ അത് ചേഞ്ച് ചെയ്തിട്ട് 2025 നമ്മുടെ ബ്രാൻഡ് ത്രൂ കൊണ്ടുവരണം എന്നൊരു ആഗ്രഹമുണ്ട്. സോ അതിനായിട്ട് കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. വർക്കൗട്ട് ആവുമായിരിക്കാം. ആൻഡ് സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അത് ഞാനാണ് അതിൽ ബാക്കിൽ വർക്ക് ചെയ്യുന്നത്. ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. എന്താ പറയുക, ഒരു സർവീസ് ബേസ്ഡ്. ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി പ്രൊഡക്റ്റ് മാത്രമേ കൊടുക്കുന്നത്. ബട്ട് ലവിഷിൽ തന്നെ ഒരു സർവീസ് ബേസ്ഡ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പം ഈ ഒരു അവയർനെസ് ആണെങ്കിൽ അവയർനെസ് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യുന്നുണ്ടോ?
നമ്മൾ അവയർനെസ് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി സ്കൂൾ കോളേജസ് എല്ലാം ഫോക്കസ് ചെയ്തിട്ട് അവിടുത്തെ ഗേൾസിന് ലൈക്ക് പീരിയഡ്സിൻ്റെ കാര്യങ്ങളും ഗേൾസിന് മാത്രമല്ല ലൈക്ക് ബോയ്സിനും കൂടി ഇത് അറിയണം എന്നുള്ളൊരു ഇതുണ്ട്. സോ അവർക്കും കൂടെ നമ്മളൊരു അവയർനെസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓഫ്ലൈനിലോട്ട് ഞങ്ങൾ ചെയ്തിരുന്നു. ലാസ്റ്റ് കുറച്ച് ഡേയ്സിൽ നമ്മൾ കുറേ ഷോപ്പ് വിസിറ്റ് ചെയ്തിരുന്നു. ബട്ട് നമ്മൾ ഓൺലൈനിൽ ചെയ്ത എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഓഫ്ലൈനിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ല. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഡിസ്ട്രിബ്യൂട്ടർ ആരുമില്ല. സോ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. നമുക്ക് എങ്ങനെ ഈ കറക്റ്റായിട്ടുള്ള മാർജിൻ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഫിക്സ് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാവില്ല. സോ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. നമ്മളിപ്പോൾ ഡേ ബൈ ഡേ അത് ഫിക്സ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇറക്കാം, ഓഫ്ലൈനിലോട്ട് ആക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പൊ ഇതുവരെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് എത്ര മന്ത്സ് ആയിട്ടുണ്ടാവും? 6 months കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, 6-7 months ആയി. അപ്പോൾ ഈ ഒരു 6-7 monthsൽ എത്ര പ്രൊഡക്റ്റ് ഇപ്പോൾ സെല് ചെയ്തിട്ടുണ്ടാവും? നമ്മൾ പ്രൊഡക്റ്റ് സെയിൽ ചെയ്തെന്ന് പറയുന്നില്ല. നമ്മൾ അറൗണ്ട് ഒരു 8,000+ കസ്റ്റമേഴ്സിലോട്ട് നമ്മൾ റീച്ച് ചെയ്തിട്ടുണ്ട്. 8,000+ കസ്റ്റമേഴ്സിലോട്ട്. ഇതെല്ലാം ഓൺലൈൻ ത്രൂ ആയിരുന്നല്ലേ? എല്ലാം ഓൺലൈൻ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ രണ്ടുപേരും ഇതിന്റെ ബാക്കിലുള്ളൂ, ലൈക്ക് വേറെ ടീമോ കാര്യങ്ങളോ ആരെങ്കിലും ഹയർ ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, നമുക്ക് ഇതിന് ബാക്കിൽ വർക്ക് ചെയ്യാനായിട്ട് വലിയൊരു ടീം എന്ന് പറയാനൊന്നും ഇല്ല. ഓനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻവെന്ററി അതുപോലെ തന്നെ ഡേ ടു ഡേ ഓപ്പറേഷൻ മാനേജ് ചെയ്യും. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് അതുപോലെ തന്നെ ഫ്യൂച്ചറിനായിട്ടുള്ള ഗ്രോത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ മാനേജ് ചെയ്യും. അപ്പോൾ ഡെയിലി വരുന്ന ഓർഡേഴ്സ് ഒക്കെ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി മാനേജ് ചെയ്യാൻ പറ്റാറുണ്ടോ? പറ്റാറുണ്ട്. അപ്പോൾ ലൈക്ക് കംപ്ലീറ്റ് ഇപ്പം ഓർഡേഴ്സ് നിങ്ങൾ എങ്ങനെ എടുക്കുക? ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് മെസ്സേജ് വരുന്നു, ഹാൻഡിൽ ചെയ്യുന്നു, അങ്ങനെയാണോ? അല്ലല്ല, ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇൻസ്റ്റഗ്രാമിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവരെ ക്ലോസ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മൾ തന്നെ അവർക്ക് ഒരു ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്ത് ഓർഡർ ചെയ്യാം. അതിനെ ഓർഡർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടും. സോ ആ ഡീറ്റെയിൽസ് എല്ലാം കൂടെ ഞാൻ കളക്ട് ചെയ്തിട്ട് അഖിലേഷിന് കൊടുക്കും. അഖിലേഷ് അത് പോയി പ്രിൻ്റ് എടുത്തിട്ട് അവിടെ എന്തൊക്കെ പ്രൊഡക്റ്റ് ആണോ അവർക്ക് വേണ്ടത് അത് ഇവിടെ നിന്ന് പാക്ക് ചെയ്യും. ആൻഡ് ഞങ്ങൾക്ക് വേറൊരു എംപ്ലോയി എന്ന് പറയാനാവില്ല, നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെയാണ്, അവൻ ഹെൽപ്പ് ചെയ്യും. സോ നമ്മൾ ചെറിയ രീതിക്ക് സാലറി കൊടുത്ത് നിൽക്കുന്നുണ്ട്. സോ ഇവർ തന്നെയാണ് ഓപ്പറേഷൻ്റെ ഫുൾ സൈഡ് ഫുള്ള് നോക്കുന്നത്. ഞാൻ ഓപ്പറേഷൻ സൈഡിൽ നോക്കാറില്ല. ഇതിൽ നിന്ന് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, നമുക്കൊരു ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആക്ച്വലി വലിയ ക്യാപിറ്റലൊന്നും ആവശ്യമില്ല, ഒരുപാട് വലിയൊരു ടീമിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആ ഒരു പാഷൻ ഉണ്ടായാൽ മതി. സത്യത്തിൽ ഇപ്പോഴും പല ആൾക്കാരും സ്റ്റക്കായി നിൽക്കുന്ന കുറേ ഫാക്ടേഴ്സും ഇതാണ്. അവർ പറയുന്ന മെയിൻ എക്സ്ക്യൂസസും ഇതാണ്: ക്യാപിറ്റൽ ഇല്ല. ചിലരുടെ കയ്യിൽ ഐഡിയ ഉണ്ടാവും പക്ഷേ ക്യാപിറ്റൽ ഉണ്ടാവില്ല. ചിലരുടെ കയ്യിൽ ക്യാപിറ്റൽ ഉണ്ടാവും, ഐഡിയ ഉണ്ടാവില്ല. ഇത് രണ്ടും ഉള്ളവർക്ക് ഇത് എവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് അറിയുന്നുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് കൊടുക്കാനുള്ളൊരു ആൻസർ കൂടിയാണ് ഇവിടെ വരുന്ന ഓരോ ഓൺട്രപ്രണേഴ്സും. കാരണം ചെറിയ ക്യാപിറ്റൽ സ്റ്റാർട്ട് ചെയ്ത് ലൈക്ക് ചിലപ്പോൾ ഒരാളെ ഉണ്ടാകത്തുള്ളൂ, ചിലപ്പോൾ 2 പേരെ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ അത്രയും അടിപൊളിയായിട്ട് ടീം മാനേജ് ചെയ്ത് കൊണ്ടുപോയി ആ ഒരു ലാസ്റ്റ് സ്കെയിലിലേക്ക് കൊണ്ടുപോകാന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ ഈ ട്രേഡ് മാർക്ക് എടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ പേറ്റന്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ ശരിക്കും? പേറ്റൻറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന ഒരു ഇൻഫർമേഷൻ ഞാൻ വെച്ച് പറയാം. അതായത് ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ മേലിൽ പേറ്റൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ട്രേഡ് മാർക്ക് എടുക്കുന്ന പോലെ കളർ അതുപോലെ തന്നെ നെയിം കാര്യങ്ങളിലൊക്കെ എടുക്കാം. ബട്ട് ഇതുപോലെ ഒരു പ്രൊഡക്റ്റ് ഇനി നിങ്ങൾക്ക് ആർക്കും ഇറക്കരുത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ഒരു പേറ്റൻറ്റ് ഇറക്കാനാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇതുണ്ട്. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അഡിദാസിന് അബിബാസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മാഗിക്ക് ഇപ്പി ഉണ്ട്, അതുപോലെ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഞങ്ങളുടെ പ്രൊഡക്റ്റാണ്, ഇതുപോലെ നിങ്ങൾക്ക് ആർക്കും ചെയ്യരുത് എന്ന് നമുക്ക് ഒരിക്കലും പറയാനാവില്ല. ബട്ട് നമ്മുടെ നെയിമിലും നമ്മുടെ കളർ തീമിലൊന്നും ചെയ്യാൻ പാടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമ്മളുടേതായിട്ടുള്ളൊരു യുണീക്നെസ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മനസ്സിലാവും. ആ ഒരു ക്വാളിറ്റി ഡിഫറൻസ് ആണെങ്കിലും ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ശരത്തിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമേ ലൈക്ക് ഇപ്പം എത്ര വയസ്സുണ്ട്? ഇപ്പോൾ എനിക്ക് 20. 20. ഓക്കെ. ഏതൊരു ഏജിലായിരുന്നു സ്റ്റാർട്ട് ചെയ്ത കോണ്ടന്റ് ക്രിയേഷൻ? ആക്ച്വലി ഞാനൊരു 16-17 സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. അപ്പോൾ ലൈക്ക് പാരൻസിൻ്റെ ഒക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അല്ല, പാരൻസിൻ്റെ സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ സ്റ്റിൽ എൻ്റെ പേരൻസ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളതിന് കാരണം ഈ കോണ്ടന്റ് ക്രിയേഷൻ തന്നെയാണ്. കാരണം ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ കോവിഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ കോവിഡ് കഴിഞ്ഞ ശേഷം എൻ്റെ അച്ഛൻ, ഞങ്ങൾ ശരിക്കും ഒരു ഭയങ്കര നോർമൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. എൻ്റെ അച്ഛൻ എന്നുണ്ടെങ്കിൽ കണ്ടക്ടറാണ്, ബസ് കണ്ടക്ടറാണ്. സോ ഈ ബസ്സിലൊന്നും അങ്ങനെ ആൾക്കാർ അത്രയും കയറാതായി. സോ ഭയങ്കരമായിട്ട് ഈ പൈസ ഒക്കെ കിട്ടണം ഭയങ്കരമായിട്ട് കുറഞ്ഞു. അപ്പോൾ അമ്മേൻ്റെ അച്ഛൻ്റെ മൈൻഡിൽ ഒരു പുതിയ ബിസിനസ് ഐഡിയ വന്നു. ഓക്കെ, അപ്പോൾ വലിയ ബിസിനസ് ഒന്നും അല്ല, ജസ്റ്റ് ഒരു ചെറിയൊരു ഗ്രോസറി ഷോപ്പ് പോലെ. അപ്പോൾ വലിയ ആൾക്കാർ ഞാനെപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വെറുതെ കളിച്ച് നടക്കുക. എനിക്കൊന്നും അറിയില്ല, എനിക്ക് ആകെ ഗെയിം കളിക്കാൻ മാത്രമേ അറിയുള്ളൂ. ഞാൻ വെറുതെ നടക്കുകയാണ്. എനിക്ക് പ്രത്യേകിച്ച് ഫാമിലി റെസ്പോൺസിബിലിറ്റി അങ്ങനെ ഒന്നും ഉണ്ടായില്ല, പ്രത്യേകിച്ച് ഒരു ലക്ഷ്യം ഉണ്ടായില്ല. സോ അച്ഛനും അമ്മയും ഈ ഒരു തീരുമാനം എടുത്തപ്പോഴും എനിക്കൊന്നും പറയാനില്ല, ഓക്കെ എന്നുള്ളത് തന്നെയായിരുന്നു. ആൻഡ് ഇവർ ഒരു റിസർച്ച് ഒന്നും ഇല്ലാതെ ജസ്റ്റ് ഒരു സ്ഥലം റെൻറ്റിനെടുത്തു, ദെൻ അവിടെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവരുടെ കയ്യിൽ ക്യാപിറ്റലില്ല. ഫുള്ള് ലോൺ എടുത്തിട്ട് അമ്മേൻ്റെ ഗോൾഡ് വെച്ചിട്ടൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഒരുപാട് കടമൊക്കെ മേടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നാൾ ഒരു 2 to 3 വീക്സ് ഒക്കെ കഴിഞ്ഞിട്ടും വലിയൊരു എന്താ പറയുക ഒരു റവന്യൂ ഇല്ല. ഓക്കെ, ഇപ്പോൾ ഇൻ കേസ് നമുക്ക് സെയിലായി പോയിട്ടുണ്ടെങ്കിലും അത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാനായിട്ടുള്ള ഫണ്ട് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് കടയിൽ ഇത് സെയിൽസ് നടക്കുന്നില്ല. ഇപ്പോഴത്താണെന്നുണ്ടെങ്കിൽ ഈ എടുത്തിട്ടുള്ള ലോണൊക്കെ അടയ്ക്കുകയും വേണം. സോ അങ്ങനെ ഒരു സിറ്റുവേഷനായി. എൻ്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം പ്രഷറൊന്നും ഇതുവരെ അനുഭവിച്ചിട്ടില്ല. ആൻഡ് എല്ലാം കൂടെ പ്രഷറായി. അമ്മയ്ക്കും പ്രത്യേകിച്ച് വലിയൊരു റവന്യൂ ഉള്ളതെന്നൊന്നും പറയാനില്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷനായി. ലൈക്ക് ഭയങ്കര, അതായത് അത്രയും കാലം ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്നാണ് എൻ്റെ ഫാമിലി. സോ ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട്, അതായത് വീട്ടിൽ പോലും ഇരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ പോലെയായി. ലൈക്ക് അമ്മ ഫുള്ള് കരച്ചിലായി, അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്യൂ ആയി. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി, ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് തോന്നി. ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. ഞാൻ ആകപ്പാടെ ഫ്രീ ഫയർ എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്. ആ ഒരു ഗെയിം കളിക്കുന്നത് മാത്രമാണ് എനിക്കൊരു പാഷൻ എന്ന് പറയുന്നത്. സോ ഒരുപാട് ഗെയിമിംഗ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. സോ എന്തുകൊണ്ട് എനിക്കൊരു ക്രിയേറ്റർ ആയിക്കൂടാന്ന് വിചാരിച്ചിട്ട് ഞാൻ നോർമലായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ അവൻ്റെ കൂടെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ അവൻ രണ്ടാമത്തെ മൂന്നാമത്തെ വീഡിയോയിൽ അവൻ പോയി, പിന്നെ അവൻ വന്നിട്ടില്ല. അങ്ങനെ ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്ത് ലൈക്ക് ഞാനൊരു 3 to 4 months കൊണ്ട് തന്നെ ഒരു വലിയൊരു റവന്യൂ ഉണ്ടാക്കി. അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒരു ബ്രാൻഡ് അപ്രോച്ച് ചെയ്തിരുന്നു. എനിക്ക് നല്ല രീതിക്ക് വ്യൂസും റീച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു വിൻസോ എന്ന് പറഞ്ഞിട്ട് അവർ ഇതൊക്കെ ഏത് ഏജിലായിരുന്നു? ഐ തിങ്ക് ഞാൻ 18 or 17 ആ ഒരു ഗ്യാപ്പിലാണ് അപ്പോൾ ചെയ്തിരുന്നു. അവരെന്നെ അപ്രോച്ച് ചെയ്തു. അവർ മാത്രമല്ല, റവന്യൂ മോഡൽ യൂട്യൂബ് ത്രൂ എനിക്ക് നല്ലൊരു റവന്യൂ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 4 to 5 months കൊണ്ട് തന്നെ എൻ്റെ ഫുൾ ഇഷ്യൂസും എൻ്റെ അച്ഛൻ്റെ ഫുൾ ഇഷ്യൂസും ഞാൻ ക്ലിയർ ചെയ്തെടുത്തു. എൻ്റെ അങ്ങനെയാണ്. സോ ഞാൻ ആ ഒരു ഏജിൽ ഞാൻ അത്രയും ഇതിനേക്കാളും ചെയ്തവരുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ലൈക്ക് ആ ഒരു സമയത്ത് ഞാൻ അത് ചെയ്തതുകൊണ്ട് എൻ്റെ ഫാമിലിക്ക് എന്നെ ഭയങ്കരമായിട്ട് വിശ്വാസമായി. ആൻഡ് എന്താ പറയുക, അവരെന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫ്രീഡത്തോടെ വിടാൻ തുടങ്ങി. സോ അതുകൊണ്ട് തന്നെയാണ് സ്റ്റിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതും. ഇപ്പോൾ ഇൻ കേസ് ഒന്ന് പാളിപ്പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. സോ എന്തിനാണ് ലൈക്ക് ഇങ്ങനെ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് അവർ നല്ല രീതിക്ക് ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ലൈക്ക് ഇപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ 1 year റെയിൽവേൻ്റെ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്തായിരുന്നു. ബട്ട് നമ്മളിപ്പോൾ ഇൻ കേസ് റെയിൽവേയിൽ കിട്ടിയാൽ പോലും നമുക്ക് നല്ലൊരു റവന്യൂ കിട്ടും. ബട്ട് നമുക്ക് ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനാവില്ല. ആസ് ആൻ ഓൺട്രപ്രണർ എനിക്കും പറ്റില്ലായിരിക്കാം. സ്റ്റിൽ ഇൻ കേസ് ഞാൻ ഇതിൽ വിന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവർക്ക് നല്ലൊരു ലൈഫ് കൊടുക്കാനായിട്ട് പറ്റും. സോ അതിന് തന്നെയാണ് ഞാൻ ഈ ഒരു ഇത് ചൂസ് ചെയ്തത്. ഇപ്പോൾ ഫാമിലിന്റെ സൈഡിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരിക്കുമല്ലോ ഡെഫിനറ്റ്ലി. ഇപ്പോൾ ലൈക്ക് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്ത മുതൽ ഇതുവരെ എനിക്ക് നല്ല രീതിക്ക് സപ്പോർട്ട് തന്നെയാണ് ഫാമിലി. ഇപ്പോൾ ശരത്തിന്റെ കേസ്, ഐ മീൻ അഖിലേഷിന്റെ കേസ് പറയുകയാണെങ്കിൽ സ്റ്റഡീസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഞാൻ +2 പഠിച്ച് കൊമേഴ്സ് ആയിരുന്നു. പിന്നെ BBA ഇഷ്ടപ്പെട്ട് എടുത്ത ബിസിനസ് റിലേറ്റഡ് ആയിട്ട് നീ പഠിക്കാൻ വേണ്ടി BBA ഗ്രാജുവേറ്റ് ആയി. ബട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വീട്ടിൻ്റെ സൈഡ് ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. അവർ ചെയ്യേണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. ബിസിനസ്സേ ചെയ്യേണ്ട പറഞ്ഞു. അതും പോരാണ്ട് പീരിയഡ്സ് റിലേറ്റഡ്. ഓ, അപ്പോൾ അങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് ഒരു സ്റ്റോറി ഉണ്ടല്ലോ, ലൈക്ക് എക്സാമിന്റെ റിസൾട്ട് വന്നിട്ടും വീട്ടിൽ പറയാണ്ടിരുന്ന ഒരു സീൻ. അത് അപ്പൊ അതിന്റെ പിന്നാലുള്ള റീസൺ എന്തായിരുന്നു? അതിൻ്റെ പിന്നാലെ പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ റിസൾട്ട് വന്ന് പാസ്സായി അറിഞ്ഞു വെച്ചാൽ വീട്ടുകാർ എന്തായാലും വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റില്ല. എന്തെങ്കിലും വർക്കിൽ കൊണ്ട് കയറ്റി വിടും. കൺഫേം ആണ്. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ പറഞ്ഞില്ല ഇപ്പോഴും ബിസിനസ് സപ്ലി തന്നെയാണ് സ്റ്റാർട്ട്. പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓ, ഇപ്പോഴും റിസൾട്ട് വന്ന് എപ്പോഴും പാസ്സായി കഴിഞ്ഞു. ഇപ്പോഴും സപ്ലി ഞാൻ എനിക്ക് ഈ വീഡിയോ കണ്ടത് ഇതിപ്പോ വീഡിയോ പൊളിയായിരിക്കും. കാണുമ്പോ എല്ലാം പൊളിയല്ലേ? ഇല്ല കാണില്ല കൂടുതലും സ്റ്റോപ്പ് ചെയ്ത് വെക്കുക ചാനൽ. ഓക്കെ, അപ്പൊ ഇപ്പോഴും വീട്ടില് സപ്പോർട്ട് എങ്ങനെയാണ്? സപ്പോർട്ട് പറയാൻ പറ്റില്ല. ഡെയിലി പ്രഷർ ഉണ്ട്. ഉം. ഡെയിലി മീൻസ് ഇപ്പോൾ ഈ ബിസിനസ്സിൽ നിന്ന് നമ്മൾ പ്രോഫിറ്റ് ആയിട്ട് ഒന്നും എടുക്കുന്നില്ല, സാലറി ആയിട്ട് ഒന്നും എടുക്കുന്നില്ല. ഓക്കെ. മീൻസ് കയ്യിലെ ഫണ്ടായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് ഫിനാൻഷ്യലി ഞാൻ സ്റ്റേബിൾ ഇല്ല, ഇനി ഇത് ചെയ്യണ്ട, അങ്ങനെ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഗ്രോത്തും കാര്യങ്ങളും കാണുമ്പോഴാണെങ്കിലും അവർ കാണാറുണ്ടോ വീഡിയോസും കാര്യങ്ങളും ഒക്കെ? അവർ വീഡിയോസ് കാണാറുണ്ട്. പക്ഷെ നമുക്ക് എത്രത്തോളം കസ്റ്റമേഴ്സ് ഉണ്ട്, നമ്മൾ എത്ര റവന്യൂ ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് ഐഡിയ ഇല്ല. ലൈക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർക്കൊരു ഡൗട്ട്. നമ്മൾ അവരെയും കുറ്റം പറയാനാവില്ല. കാരണം എങ്ങനെയൊക്കെ ഒന്ന് തീർച്ചയായിട്ടും. രക്ഷപ്പെടണം എന്നുള്ള അതെ. മൈൻഡായിരിക്കും. നമ്മുടെ മെൻറ്റാലിറ്റി അല്ല അവർക്ക്. ഉം. സോ അങ്ങനെയാണ് ഓൻ സ്ട്രഗിൾ ചെയ്യുന്നത്. ഞാൻ പിന്നെ എൻ്റെ വീട്ടിൽ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ഉം. അപ്പോൾ ഓൻ്റെ മനസ്സിലാവില്ല എന്നല്ല, ഉം, ഉം. ലൈക്ക് അവർക്ക് എന്നെ ഒരു ചെറിയ ഈ ഒരു പ്രായത്തിൽ റിസ്ക് എടുത്തോട്ടെ എന്നുള്ള ഒരു ഫ്രീഡം എനിക്ക് തന്നിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും യങ് ഓൺടർപ്രണേഴ്സിന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? ഓക്കെ, അഡ്വൈസ് എന്ന് പറയുന്നില്ല, സ്റ്റിൽ നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയാം.
ലൈക്ക് ഇപ്പം ഞങ്ങൾ ഭയങ്കരമായിട്ട് വലിയ പ്ലാൻ ഇട്ടിട്ടൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇപ്പം നിങ്ങളാണെന്നുണ്ടെങ്കിലും ഡേ 1 ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. സോ നമ്മൾ ഡേ 1 സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ 2 എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അതാണ് നമ്മുടെ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ ഒരുപാടധികം സ്കാമേഴ്സ് ഉണ്ട്. സോ അവരെ നമ്മൾ എന്ത് ഡീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ടുള്ള പ്രൂഫ് കാര്യങ്ങളൊക്കെ മേടിക്കുക. ദെൻ തേർഡ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ട്രേഡ് മാർക്ക് കാര്യത്തിലുള്ള ഒരുപാട് രജിസ്ട്രേഷൻസ് ഉണ്ട്. അതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ ബ്രാൻഡ് നമ്മൾ സേഫ് ആക്കുക എന്നുള്ളതാണ്. ആൻഡ് ഇതിൻ്റെ എല്ലാം എനിക്ക് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഡേ 1 എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യൽ തന്നെയാണ്. സോ അത് സ്റ്റാർട്ട് ചെയ്താൽ മതി, നമുക്ക് നല്ല രീതിക്ക് തന്നെ ചെയ്യാനായിട്ട് പറ്റും. ശരിക്കും നിങ്ങളുടെ രണ്ടാളുടെയും പോഡ്കാസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 3-4 മാസമായിട്ട് നിങ്ങളുടെ പുറകെ നടക്കുന്നുണ്ട്. ബിക്കോസ് എനിക്ക് മനസ്സിലാവും, കാരണം ഇനിഷ്യൽ സ്റ്റേജിൽ ഇത്രയും തിരക്കിൻ്റെ ഒക്കെ ഇടയിലും നമ്മളുടെ കൂടെ വന്ന് ഇത്രയും നേരം ടൈം സ്പെൻഡ് ചെയ്തതിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ചതിലും ഒരുപാട് ഉയരത്തിലേക്ക് ലവിഷ് വളരട്ടെ. അതേപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ നിൽക്കുന്നെങ്കിലും കേരളത്തിന് പുറത്തോട്ട് ലോകം മൊത്തത്തിൽ ഈ ഒരു ബ്രാൻഡ് അറിയപ്പെടട്ടെ എന്ന് ഞാൻ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഇത്രയും നേരം താങ്ക് യു. നമ്മളിവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന്.